जो वहीद साहब है प्रेसिडेंट, आप टेंशन मत लो, हम आ रहे हैं। നമസ്കാരം. കണ്ണീർ താഴ്വരയാണ് ഇപ്പോൾ കാശ്മീർ. അതിനി എന്നാണ് ഉണങ്ങുക? എന്നാണ് ആശങ്ക തീരുക? പെഹൽഗാമിൽ വീണ ഓരോ ചോരപ്പാടുകൾക്കും ഈ രാജ്യം ശക്തമായ തിരിച്ചടി നൽകണമെന്നല്ലാതെ രാജ്യസ്നേഹിയായ ഒരു ഇന്ത്യക്കാരനും മറ്റൊന്നും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. ഈ അരിങ്കൊലയിൽ പങ്കില്ലെന്ന് എക്കാലവും പറയുന്നത് പോലെ പറഞ്ഞ് കൈ കഴുകുന്ന പാകിസ്ഥാന്റെ കയ്യിൽ ചോരയുടെ കളങ്കമുണ്ടെന്നതിന് പാക് സൈനിക മേധാവി ആക്രമണത്തിന് മണിക്കൂർ മുൻപ് പറഞ്ഞ വരികൾ മാത്രം മതി തെളിവായിട്ട്. പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണ് കശ്മീർ എന്ന് പാക് സൈനിക മേധാവി പറഞ്ഞ മണിക്കൂറുകൾക്കകമാണ് പെഹൽഗാമിൽ ജീവനുകൾ കുരുതി ചെയ്യപ്പെട്ടത്. ലോകരാജ്യങ്ങളും പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുമ്പോൾ സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലുമെല്ലാം കിട്ടാൻ പോകുന്ന ശക്തമായ തിരിച്ചടി പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ മറുപടിയായി മാറും. അങ്ങനെ രാജ്യം ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടപ്പോൾ ഒരു സമുദായത്തെ മാത്രം അപരവൽക്കരിക്കാനുള്ള നീക്കങ്ങളും ശക്തമായി നടക്കുന്നുണ്ട്. ഒരു വശത്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് മുസ്ലിങ്ങളാകെ ഹിന്ദുക്കളെ കൊല്ലാൻ നടക്കുന്നവരാണെന്ന ബോധ്യമുണ്ടാക്കാൻ കൂടി തന്നെയാണ്. ആ ഭീകരരുടെ ക്രൂരകൃത്യത്തിന് പക്ഷേ ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളെയും കുറ്റപ്പെടുത്താനുള്ള ശ്രമമുണ്ടാകുമ്പോൾ അതിന് പിന്നിൽ നല്ല ഉദ്ദേശമല്ല. ഈ ആക്രമണത്തിന്റെ മുഴുവൻ ദുരന്തവും പേറാൻ പോകുന്നത് കശ്മീർ ജനതയാണെന്നതിൽ തർക്കമേ വേണ്ട. അടയുന്നത് അവരുടെ ഉപജീവന മാർഗമാണ്, നിലയ്ക്കുന്നത് അവരുടെ വരുമാനമാണ്. തീവ്രവാദികളെ തള്ളിപ്പറഞ്ഞ് ആ ജനത തന്നെ അണിനിരക്കുമ്പോൾ അത് തിരിച്ചറിയുന്നില്ല എന്ന് നടിക്കുകയാണ് ചിലർ. ഒരു സമുദായത്തെയും നാടിനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ശ്രമിക്കുന്നവരെയും നമുക്ക് തീവ്രവാദികളെ പോലെ തള്ളിപ്പറഞ്ഞേ മതിയാകും. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുതൽ 9 മണി വരെ പ്രത്യേക പ്രൈം ഡിബേറ്റിലേക്ക് KP അഭിലാഷ് കൂടി ചേരുന്നു. നമുക്ക് അപർണ സൂചിപ്പിച്ചതുപോലെ കശ്മീരിലെ ഭീകരാക്രമണത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി നിൽക്കുമ്പോൾ ഇനിയുള്ള 2 മണിക്കൂറുകൾ പ്രൈം ഡിബേറ്റ് വിശദമായി പരിശോധിക്കുകയാണ്. അത് 4 ഘട്ടങ്ങളിൽ ആയാണ് നമ്മൾ ഈ ചർച്ച ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ശാന്തമായിരുന്ന ഒരു രാജ്യത്തിലേക്ക്, ആ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടമാണ് എന്ന് ആവർത്തിക്കുന്ന കശ്മീരിലേക്ക് ഈ സമയത്ത് എന്തിന് ഒരു ആക്രമണം നടത്തി, എന്തായിരുന്നു ഈ സമയത്തിന്റെ പ്രത്യേകത എന്നതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒപ്പം ഇന്ത്യയെ പോലൊരു രാജ്യം, നമുക്കറിയാം പുൽവാമ അടക്കമുള്ള ഇന്നലകൾ നമ്മൾ മറന്നുപോയിട്ടില്ല. അപ്പോഴും ഇന്ത്യ സഹോദര രാജ്യം എന്ന പരിഗണന പാകിസ്ഥാന് കൃത്യമായി നൽകാറുണ്ട്. നയതന്ത്ര തലത്തിൽ അടക്കം വലിയ വിള്ളലുകൾ വീഴ്ത്താൻ ഇന്ത്യ സന്നദ്ധമാകാറില്ല. ഇനി എന്ത് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ വിഷയമാണ്. ഒപ്പം തന്നെ പാകിസ്ഥാൻ പതിവ് പല്ലവി ആവർത്തിക്കുകയാണ്. ഇന്ത്യയിൽ എപ്പോഴൊക്കെ ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്നതാണ് പാകിസ്ഥാന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിക്കുമ്പോഴും പാകിസ്ഥാന്റെ നിലപാട് ഇനി എന്താകും, എന്തു മറുപടി നൽകാനാകും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന് എന്നുള്ളതാണ്. ഒപ്പം അപർണ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ
പതിവിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയോടും പേര് ചോദിച്ചുകൊണ്ട് അയാളുടെ മതം എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. അതിൽ ആക്രമണത്തിനിരയായ ഒരു സ്ത്രീ നൽകിയ മറുപടി, നിങ്ങളെ ഞങ്ങൾ കൊല്ലുന്നില്ല, നിങ്ങൾ ഭരണകൂടത്തോട് പറയൂ എന്നുള്ളതാണ്. അവിടെ ജാതിയും മതവും ഒക്കെ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇന്ത്യയുടെ വികാരം ആ ജാതി മത ചിന്തകൾക്ക് അപ്പുറത്താണ്. ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് എങ്ങനെ? ഈ 4 വിഷയങ്ങൾ ആണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനി പാനലിസ്റ്റുകളെ സ്വാഗതം ചെയ്യുന്നു. 7 മുതൽ 8 വരെ, ഒപ്പം 8 തൊട്ട് 9 വരെയും. ആദ്യ മണിക്കൂറിൽ നമുക്കൊപ്പം ചേരുന്നു നയതന്ത്ര വിദഗ്ധൻ ശ്രീ TP ശ്രീനിവാസൻ, പ്രതിരോധ വിദഗ്ധൻ കേണൽ S ഡിനി, രാഷ്ട്രീയ നിരീക്ഷകരായ രാഹുൽ ഈശ്വരും ഷാബു പ്രസാദും. 4 പേർക്കും ആദ്യ മണിക്കൂറിലെ പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ TP ശ്രീനിവാസൻ, മോദിയുടെ സൗദി സന്ദർശനത്തിന്റെ സമയത്താണ് ഇത്തരത്തിലൊരു വലിയ ഒരാക്രമണത്തിലേക്ക് കടന്നത്. പ്രധാനമന്ത്രിക്ക് തിരിച്ചു വരേണ്ടതായി വന്നത്. കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം ചില തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാവുക, ശ്രദ്ധ മാറ്റി വിടാനുള്ള നീക്കങ്ങൾ നടത്തുക എന്നുള്ളത് ആദ്യത്തെ സംഭവമല്ല. ആ തരത്തിൽ ഇതിനെ കൂട്ടിച്ചേർത്ത് വായിക്കണോ? ഈ ആദ്യത്തെ ചോദ്യം തന്നെ, എന്തുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനൊരു ആക്രമണത്തിന് തീവ്രവാദ ഗ്രൂപ്പുകൾ മുതിർന്നു എന്നുള്ളതാണ്. എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? ഇത് സാധാരണ പാകിസ്ഥാൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. എപ്പോഴെങ്കിലും ഒരു പ്രധാനമായ സംഭവം ഇന്ത്യയിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നമുക്ക് പ്രത്യേക അംഗീകാരം ലഭിക്കുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ അത് പ്രശ്നമുണ്ടാക്കി ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് പാകിസ്ഥാൻ്റെ സാധാരണ രീതിയാണ്. അത് കൂടാതെ തന്നെ ഇന്ന് ലോകത്ത് നടക്കുന്നത് വലിയ വലിയ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ നടക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും, ഒരു പുതിയ ലോകക്രമം വരുമ്പോൾ എല്ലാ രാജ്യങ്ങളും അതിൽ നമ്മുടെ സ്ഥാനം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണിപ്പോൾ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ രീതികൾ നമുക്കൊക്കെ അറിയാം. ഒരു കാര്യത്തിലും ഒരു തീർച്ചയുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഇൻഡിവിജ്വൽ രാജ്യങ്ങളോട് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണം തീർച്ചയായും വ്യത്യസ്തമായതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും അവരവരുടെ പ്ലസും മൈനസും നോക്കുന്ന സമയമാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ കാണുന്നത് ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധത്തിലുള്ള അപൂർവഭൂതമായ ഉയർച്ചയാണ്. രണ്ടാമത്, ചൈനയും അമേരിക്കയുമായുള്ള സഹകരണം അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ ചൈനയുടെ നിന്ന് ഏതെങ്കിലും സഹായം പാകിസ്ഥാന് കിട്ടുമെന്നുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. അതുപോലെ റഷ്യ അമേരിക്കയോടുകൂടി ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുതിയ ലോകക്രമത്തിൽ എവിടെയാണ് പാകിസ്ഥാൻ നിൽക്കേണ്ടത്, എവിടെയാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അവരുടെ കയ്യിൽ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പ്രസിഡന്റ് ക്ലിൻ്റൺ പണ്ട് ഇന്ത്യയിൽ വന്നപ്പോൾ, കുറേ വർഷങ്ങൾക്ക് ശേഷം വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. പ്രസിഡന്റ് ക്ലിൻ്റൺ 2000 ഇന്ത്യയിൽ വന്നപ്പോൾ, അപ്പോൾ ആ സമയത്തും ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ കാത്തിരുന്ന് ചെയ്ത ഒരു പ്രകടനമാണ്. അതിൽ ചോദ്യം ഉന്നയിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനവും, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലായിരുന്നു ഈ സമയത്ത് എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കംസ്റ്റാൻസിൽ നമ്മളിത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഇതുപോലുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം ഇൻ്റലിജൻസ് വളരെ ശക്തമായിരിക്കണം അതിനു വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിൽ അതിശയിക്കാനില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ റെസ്പോൺസ് നമുക്കിപ്പോൾ അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. പ്രധാനമന്ത്രിയുടെ യോഗം നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇതിനെതിരായിട്ട് ശക്തമായി പ്രവർത്തിക്കാൻ, ഡിപ്ലോമാറ്റിക് തരത്തിലായാലും വേണ്ടി വന്നാൽ മിലിറ്ററി തരത്തിലായാലും ചെയ്യാൻ ഇന്ത്യ തയ്യാറാണ് എന്നുള്ള മറുപടി മാത്രമാണ് നമുക്ക് പാകിസ്ഥാൻ നൽകാൻ കഴിയുക. യെസ്, വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപർണ, കേണൽ S ഡിന്നി, ഇവിടെ ശ്രീനിവാസൻ സാർ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ലോക ക്രമത്തിൽ വരുന്ന മാറ്റം, ഒരു പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അടക്കം നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ആണ് ആക്രമണം നടന്നത്. നിരവധിയായ ആളുകൾ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തിയ ഒരു സമയമായിരുന്നു. കേരളത്തിൽ നിന്നടക്കമുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു മലയാളി കൂടി കൊല്ലപ്പെടുന്നത്. അതിനപ്പുറത്ത് പലപ്പോഴും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് നമ്മുടെ ധീര ജവാന്മാർ അവർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വരാറുണ്ട്.
അവർ വീരമൃത്യു വരിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ നേരിട്ട് നടത്തിയ ഒരു ആക്രമണം, ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം. ആ സമയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അതും സൗദി പോലെയുള്ള ഒരു രാജ്യത്ത്, അതായത് ഇസ്ലാമിക ആശയങ്ങൾ കൂടുതലുള്ള അത്തരം രാജ്യങ്ങളെ പോലും ഇന്ത്യ എത്രയോ തവണ ചേർത്ത് വെക്കുന്നു. അവർ ഒരുപക്ഷെ സൗദി പോലും ഇതിൽ പാകിസ്ഥാനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ട്, അറബ് രാജ്യങ്ങൾ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സന്ദർശനം നടക്കുന്നു. മറുഭാഗത്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നു. ചൈനയെപ്പോലെ നമ്മുടെ അതിർത്തി രാജ്യം, പലപ്പോഴും അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ബന്ധം കൂടുതൽ മെച്ചപ്പെടുവാനുള്ള ഒരു സാധ്യത തുറന്നിടുന്ന സമയം. ഈ സമയം എന്നത് ഇങ്ങനെ ഒരു ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടായിരിക്കാം തെരഞ്ഞെടുത്തത് എന്നാണ് താങ്കൾ കരുതുന്നത്? നോക്കൂ ശ്രീ അഭിലാഷ്, ടി.പി. ശ്രീനിവാസൻ സർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. ആ ഒരു ആംഗിൾ ഡെഫിനറ്റ്ലി ഉണ്ട്. അതായത് പാകിസ്ഥാൻ എപ്പോഴും ഇങ്ങനെ ഒരു പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കും. ഇന്ത്യയുടെ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒരു വിസിറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പുറത്തു പോയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ളിൽ വലിയൊരു ഹൈ പ്രൊഫൈൽ വിസിറ്റ് നടക്കുന്ന സമയത്ത് അതൊരു യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പം UN-ൽ വലിയൊരു റെസൊല്യൂഷനോ അല്ലെങ്കിൽ UN-ൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒക്കെ ലൈൻ ഓഫ് കൺട്രോൾ ആക്റ്റീവ് ആക്കുകയും അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനം ചെയ്യാൻ എപ്പോഴും നോക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ടൈമിംഗ്, ആ ഒരു ടൈമിങ്ങിന്റെ ഒരു കുറച്ച് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അത് ശ്രീനിവാസ സാറും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. അതായത് ഒരു 12-15 വർഷത്തിന്റെ ഒരു സൈക്കിളിൽ ഈ പാകിസ്ഥാൻ സൈന്യത്തില്, പാകിസ്ഥാൻ ഉള്ളിൽ അവർക്കൊരു തിരിച്ചടിയൊക്കെ വരുന്ന ഒരു സമയം നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്നുണ്ട്. അതായത് എവറി 12-15 ഇയേഴ്സ് ആകുമ്പോൾ അവർക്ക് അവരുടെ ഇമേജ് തകരുകയും അവർക്ക് അവരുടെ സമൂഹത്തിൽ നിലനിൽപ്പിന് ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പൊ അവർ കണ്ടെത്തുന്ന വളരെ ഈസി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നീ ലൈൻ ഓഫ് കൺട്രോൾ ആക്റ്റീവ് ആക്കുക, അല്ലെങ്കിൽ കാർഗിൽ പോലെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ മുംബൈ പോലെ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇമേജ് തകരുമ്പോൾ അവർക്ക് ഇമേജ് ബിൽഡ് ചെയ്യണമെങ്കിൽ അവർക്ക് തിരിച്ച് ഭാരതിനൊരു റിയാക്ഷൻ വേണം. അപ്പൊ അങ്ങനെ ഭാരതിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി, ഭാരതിനെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പല നടപടികളുണ്ട്. പക്ഷെ പണ്ട് 12-15 വർഷത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ അത് 4-5 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ദയനീയ അവസ്ഥയാണ്. ഇന്ന് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, അവിടെ കഴിക്കാൻ പോലും ഫുഡ് ഇല്ലാത്തത്, ഇലക്ട്രിസിറ്റി ഇല്ല, FOIലും ഫ്യൂവലിനൊക്കെ ഒരു രീതിയിലും ക്ഷാമം ഉള്ള ഒരു. അത് മാത്രമല്ല, ഈ പ്ലാസ്റ്റിക് കവറിൽ പോലും ഗ്യാസ് ശേഖരിച്ചു കൊണ്ടുപോകുന്ന വിചിത്രമായ ദൃശ്യങ്ങളടക്കം ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. അതെ, അത് മാത്രമല്ല അവരുടെ ആഭ്യന്തര പ്രശ്നം നോക്കൂ. ഇന്ന് ബലൂചിസ്ഥാൻ കത്തുകയാണ്. ബലൂചിസ്ഥാൻ അവരെ ലോകം മൊത്തം കണ്ടതാണ്. ഒരു ട്രെയിനിനെ എങ്ങനെയാണ് ഹൈജാക്ക് കൊണ്ടുപോയത്. പാകിസ്ഥാൻ താലിബാൻ അവരെ ഒരു രീതിയിലും സ്വസ്ഥത കൊടുക്കാതിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ എന്നുള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പഷ്തൂണിന്റെ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പം ശരാശരി എല്ലാ ദിവസവും ഒരു 7 പാകിസ്ഥാനികൾ ഈ ഭീകരവാദത്തിന്റെ ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനെയും അവിടുത്തെ സാധാരണക്കാര് ബ്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അഗേൻസ്റ്റ് ആണ്. അതാണ് ഒരാഴ്ച മുമ്പ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ ആസിഫ് മുനീർ വളരെ വികാരപരമായിട്ട് ഒരു സൈനിക മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സൈനിക ചീഫിന് പകരം ഒരു മത തീവ്രവാദി അല്ലെങ്കിൽ മതത്തിന്റെ ഒരു ഭീകരവാദി എന്നുള്ള നിലയിലുള്ള ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പൊ അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് വന്നത്, കശ്മീരിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്താലും ഞങ്ങൾ തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ കശ്മീരിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലും ഭാരതവും പാകിസ്ഥാനും എങ്ങനെയാണ് വ്യത്യസ്തം എന്നുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഒരു ആഴ്ച മുമ്പാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ഇതെല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഈ ടൈമിംഗ്, അതായത് ശ്രീനിവാസൻ സർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ പ്രൊഫൈൽ വിസിറ്റ് ഇവിടെ നടക്കുന്നു. ഇവിടുന്ന് സൗദി അറേബ്യ പോലെ നമുക്ക് വളരെ അടുത്ത സൗഹൃദമുള്ളത്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിന്റെ അടുത്ത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പോകുന്ന സമയം എല്ലാം കൂടെ നോക്കുമ്പോൾ അവർക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറയണം, അതായത് ഈ ടൂറിസ്റ്റിന്റെ സ്റ്റാർട്ടാണ്, സീസൺസ് തുടങ്ങുന്നതിന്റെ ഏകദേശം ഒരു ടൈമാണ്. അപ്പൊ ഇപ്പം അവർ അതിനെ ഒരു ഓപ്പറേഷനിലൂടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ സീസൺ കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ ആളുകൾക്ക് നഷ്ടപ്പെടും. കഴിഞ്ഞ വർഷം 2.35 കോടി ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷം 5 കോടിയിലേക്ക് പോകുമായിരുന്നു. അത്രമാത്രം ആളുകൾ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതും കൂടി ഇല്ലാതാക്കാനാണ് ഈ ഒരു സമയം അവര് സെലക്ട് ചെയ്ത് എന്ന് വേണം. ശ്രീ കേടൽ, താങ്കൾ കുറച്ച് സമയം ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അടുത്ത ചോദ്യം കൂടെ താങ്കളിലേക്ക് വരുന്നത്. ഇതേത് തരത്തിലാണ് ഇന്ത്യ തിരിച്ചടിക്കുക, എങ്ങനെയാണ് തിരിച്ചടിക്കേണ്ടത്, ഈ ഭാഷയിൽ തന്നെയാണോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് ഉയരുകയാണ്. പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധം ഏത് തരത്തിലാണ്, ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ, ഇതെല്ലാം വിഷയമുണ്ട്. ഏത് തരത്തിലായിരിക്കും കാണുക? അങ്ങനെ ഒരു സൈനികമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക എന്നതിന് എത്രത്തോളം ഊന്നൽ കൊടുക്കുന്നുണ്ടാകും ഇന്ത്യ? നോക്കൂ മാഡം, ഇതിനകത്ത് ഭാരതത്തിന്റെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
അതായത് സൈനികർ മാത്രമല്ല മറ്റ് പല ഓപ്ഷൻസും ഉണ്ട്. അതിനകത്ത് തന്നെ പല കാര്യങ്ങളും ഇപ്പം ഓൾറെഡി ചർച്ച തുടങ്ങി കഴിഞ്ഞു. ഇപ്പം പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഇപ്പം തോന്നും അത് എങ്ങനെ നടക്കും എന്നുള്ളത്. പക്ഷെ അത് ഒരു പൊളിറ്റിക്കൽ വിൽ പവർ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ്. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പ്രേക്ഷകർ, അതായത് ഊരി സ്ട്രൈക്ക് നടന്നപ്പോൾ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു. പുൽവാമ നടന്നപ്പോൾ നമ്മൾ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്തു. വായു സേന കൊണ്ട് നമ്മൾ പാകിസ്ഥാന്റെ ഉള്ളിൽ ചെന്നാണ് സ്ട്രൈക്ക് ചെയ്തത്. ഈ രണ്ട്, ഊരി ആയാലും ശരി പുൽവാമ ആയാലും ശരി, അവിടെ ടാർഗറ്റ് യൂണിഫോം ഇട്ട സോൾജേഴ്സ് ആയിരുന്നു, അവർ സിവിലിയൻസ് അല്ലായിരുന്നു. ഇവിടെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് സിവിലിയൻസ് ആണ്. ഒരു വളരെ ഒരു എന്താ പറഞ്ഞ നിഷ്കളങ്കമായിട്ട് സ്വന്തം കുടുംബത്തോടൊപ്പം കുറച്ച് നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല ഓർമ്മകൾക്കായി വന്ന ഒരു കൂട്ടം ആളുകളെയാണ് അവര് പേര് എടുത്ത് ഐഡന്റിറ്റി കാർഡിൽ നോക്കി മതത്തിന്റെ പേരിൽ അവരെ വധിച്ചത്. അപ്പം തീർച്ചയായിട്ടും ഇത് ഒരു റെഡ് ലൈൻ ക്രോസ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം സൈനികരെ വധിച്ചപ്പം നമ്മൾ അത്രയും സർജിക്കൽ സ്ട്രൈക്കും മറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സിവിലിയൻസ്, അതായത് ഒരു തോക്കും ഒന്നും ഇല്ലാത്തവരെ ചെയ്തപ്പം തീർച്ചയായിട്ടും ആ റെഡ് ലൈൻ അല്ലെങ്കിൽ ആ ലക്ഷ്മണ രേഖ ക്രോസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ഡിന്നി സാർ, ഇവിടെ താങ്കൾ ഈ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ അന്തരീക്ഷത്തിൽ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അപർണ, പ്രത്യേകിച്ച് സിന്ധു നദീജല പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈക്കമ്മീഷണറുടെ ഭൂമി തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കടുത്ത നിലപാടുകളിലേക്ക് കൂടി ഇന്ത്യ കടന്നേക്കാം എന്നാണോ താങ്കൾ പറയുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് വെച്ചാൽ പല മേഖലകളിലെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു തിരിച്ചടി ആയിരിക്കും. അതായത് ഒരു സൈനിക രീതി മാത്രമായിരിക്കത്തില്ല. സൈനിക ഉണ്ടാവും എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം അതാണ് യഥാർത്ഥത്തിൽ ഒരു നീതി നടപ്പാക്കി എന്നുള്ള ഒരു കാര്യം കാണണമെങ്കിൽ അത് സൈനികപരമായിട്ട് തന്നെ ചെയ്യണം. അത് എപ്പം ചെയ്യും, എങ്ങനെ ചെയ്യും, എവിടെ ചെയ്യും എന്നുള്ളതൊക്കെ പിന്നീടാണ് നമുക്ക് അറിയാൻ സാധിക്കുക. പക്ഷെ സൈനികം അല്ലാത്ത തന്നെ ഈ പാകിസ്ഥാൻ ഡീപ് സ്റ്റേറ്റിന്, പാകിസ്ഥാൻ ISIക്കും പാകിസ്ഥാനിലെ ആർമിക്കും അവർക്ക് വേദനിക്കുന്ന രീതിയിലേക്ക്, ആ രീതിയിലേക്ക് ഉള്ള ഓപ്പറേഷൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് ആർക്കും ഒരു ഡൗട്ടും വേണ്ട, അത് നടക്കും എന്നുള്ളതിനകത്ത് അത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം നടക്കുന്നതാണ് എന്റെ അത്തരം നിർണായകമായ യോഗങ്ങൾ ആണ് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നന്ദി ശ്രീ കേണൽ ഡിന്നി, അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടുകൂടി. രാഹുൽ ഈശ്വർ, വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണം നടത്തുക, അത് അപൂർവമായിട്ട് നടക്കുന്ന ഒരു വിഷയം. പക്ഷേ അത് ഹിന്ദു മുസ്ലിം സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. ആ തരത്തിൽ ഒരു വല്ലാത്തൊരു ഭയം ഇതിനകത്ത് ജനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ വരികയാണ്. അങ്ങനൊരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഇതിനകത്തുണ്ട്, അങ്ങനെ കണക്കാക്കപ്പെടുന്നുണ്ടോ? ഈ നേരത്തെ പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരം വലിയ വിദ്വേഷ ഒക്കെ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അതുപോലും ഒരുപക്ഷെ രാജ്യത്തിന്റെ നല്ല ഒരു അഖണ്ഡതയ്ക്ക് വിഘാതമായി വരുന്ന ഒരു കാര്യമല്ലേ? രാഹുൽ, എങ്ങനെയാണ് അത് കാണുന്നത്? തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ തീവ്രവാദി ആക്രമണം ഉണ്ടായതിനു ശേഷം ഇന്ത്യയിൽ തന്നെ നടന്ന ഏറ്റവും നല്ല പ്രതികരണങ്ങളിലൊന്ന് നമ്മുടെ നാട്ടിലെ ശ്രീ മേജർ രവിയുടെയാണ്. അദ്ദേഹം ഒരു യഥാർത്ഥ പട്ടാളക്കാരൻ, ഒരു സൈനികൻ, ഒരു രാഷ്ട്രത്തെ എങ്ങനെ ചൂണ്ടിക്കാണിക്കണമെന്നുള്ളത് ഒരു പട്ടാളക്കാരനായി നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തു. അദ്ദേഹം 80കളിലും 90കളിലും ഒക്കെ പോയിട്ടുള്ള സ്ഥലങ്ങളാണ്, പരിചിതമാണ്. അദ്ദേഹത്തിന്റെ സിനിമ വലുതും എടുത്ത സ്ഥലമാണ്. അദ്ദേഹം പറയുന്നു, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിൽ തെല്ലിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടെ പലപ്പോഴും ഇത് ചെയ്യുന്നവർക്ക് പിന്നിലുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ വർഗീയ ലഹളകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം മുഖ്യധാരാ ചാനലുകളിലടക്കം ഏറ്റവും ശക്തമായ ഈ നിലപാട് പറയുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് ആ പാകിസ്ഥാനി തീവ്രവാദി മൈൻഡ് സെറ്റ് അറിയാം. നമ്മുടെ നാട്ടിലും വിഭജനം ഉണ്ടാക്കാൻ, നമ്മുടെ നാട്ടിലും വിഷം വിതയ്ക്കാൻ, നമ്മുടെ നാട്ടിലും പ്രശ്നം ഉണ്ടാക്കാൻ, ടു കട്ട് ഇന്ത്യ ത്രൂ 1000 കട്ട്സ്, ഇന്ത്യയെ 1000 കട്ടുകളിലൂടെ മുറിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയെ 1000 കട്ടുകളിലൂടെ മുറിക്കുന്നത് നമ്മുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കിയാണ്, നമ്മുടെ ഇടയിൽ വിദ്വേഷം ഉണ്ടാക്കിയാണ്. അതായത് പാകിസ്ഥാൻ നോക്കുക, പാകിസ്ഥാന്റെ വേൾഡ് പോവർട്ടി റേറ്റ്സ് വേൾഡ് ബാങ്ക് പറയുന്നത് 25.3% പാകിസ്ഥാന് പോവർട്ടി റേറ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 1.3 കോടി ജനങ്ങൾ വീണ്ടും പോവർട്ടി ലൈനിന്റെ താഴേക്ക് പോയി. പാകിസ്ഥാൻ പലപ്പോഴും ശ്രീനിവാസ് സാറൊക്കെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഇത് പറയാനും കഴിയും. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ഡിപ്ലോമാറ്റിക് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എവറി നേഷൻ ഹാസ് എ ആർമി, ഇൻ പാകിസ്ഥാൻ ആർമി ഹാസ് എ നേഷൻ.
ബാക്കി എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു സൈന്യമുണ്ട്, എന്നാൽ പാകിസ്ഥാനിൽ പലപ്പോഴും സൈന്യത്തിനാണ് ഒരു രാഷ്ട്രമുള്ളത്. അതായത് പാകിസ്ഥാനി ഡീപ് സ്റ്റേറ്റ്, ബെന്നിസാർ പറഞ്ഞതുപോലെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ISIയും ആർമിയും ഒക്കെ പലപ്പോഴും കൺട്രോൾ ചെയ്യുന്നതാണ്. നമ്മുടെയും പാകിസ്ഥാനെയും ചരിത്രം എടുത്തു നോക്കിയാൽ മതി. എത്രയോ തവണ പാകിസ്ഥാൻ പട്ടാള ഭരണത്തിൽ പോയിരിക്കുന്നു. പാകിസ്ഥാന്റെ എത്രയോ ഇരട്ടിയുള്ള ഇന്ത്യ ജനസംഖ്യയിലും സൈസിലും നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പട്ടാള ഭരണത്തിലേക്കോ മറ്റും പോകുന്ന പോലുമില്ല. അവൻ ജനാധിപത്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാകിസ്ഥാനിൽ സ്ട്രോങ് അല്ല. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ISIക്കും പാകിസ്ഥാനിലെ ആർമി എസ്റ്റാബ്ലിഷ്മെന്റിനും ഇന്ത്യയോട് എപ്പോഴും ഒരു കൺട്രോൾഡ് ടെൻഷൻ അവർക്ക് വേണം. ഒരു ത്രഷോൾഡിന് താഴെയുള്ള ടെൻഷൻ അവർക്ക് തീർച്ചയായിട്ടും വേണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ രാജ്യത്ത് കൂടുതൽ പ്രാധാന്യവും പ്രസക്തിയും കിട്ടും. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഫെയിൽഡ് സ്റ്റേറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഇടത്ത് അവരുടേതായ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഡിഫ്ലക്ട് ചെയ്യാനാകാം. പാകിസ്ഥാനി മേധാവിയുടെ പ്രസംഗം ഇപ്പം വീണ്ടും വൈറലായിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ജഗ്ലർ വെയിൻ ആണ് കാശ്മീർ, പച്ചക്കള്ളം പറയുകയാണ്, കാശ്മീർ നമ്മുടെയാണ്, ഹരിസിംഗ് നമ്മളോടൊപ്പം, ആദ്യമല്ല പിന്നീട് നമ്മളോടൊപ്പം ചേരാൻ ആണ് നിന്നിരുന്നത്, പിന്നെ എങ്ങനെയായി പാകിസ്ഥാന്റെ ജഗ്ലർ വെയിൻ ആകുന്നത്? അപ്പോ പാകിസ്ഥാനിൽ തന്നെയുള്ള ബലൂചിസ്ഥാൻ, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ്, പാകിസ്ഥാനിലെ ഭാഗങ്ങൾ, ഇവർക്കെല്ലാം പൊതു ശത്രുവായി ഇന്ത്യയെ നിർത്തിക്കൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി അവരെ നിലനിർത്തുകയാണ് യഥാർത്ഥത്തിൽ. അവിടെ രാഹുൽ ഒരു സംശയം, അപർണ സൂചിപ്പിച്ചതിന്റെ തുടർച്ച എന്ന നിലയിൽ താങ്കൾ ഈ പറയുന്നത് പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം നിലനിർത്തേണ്ടത് പാകിസ്ഥാന്റെ ഭരണകൂടങ്ങളുടെ പലപ്പോഴുമുള്ള ആവശ്യമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഇതിനു മുമ്പുണ്ടാകുന്ന സംഘർഷങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് പ്രകടമായ വ്യത്യാസമുണ്ടാകുന്നു. അത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഈ ഭീകരാക്രമണത്തിന് ഇരയായവരുടെ ആദ്യ പ്രതികരണത്തിലാണ് ഇത് വന്നത് എന്നുള്ളത് കൊണ്ടാണ്. അവർ കൃത്യമായി പറയുന്നു, പേര് ചോദിക്കുന്നു, ജാതി ചോദിക്കുന്നു, ഞങ്ങളെ കൂടി കൊല്ലൂ എന്നൊരു സ്ത്രീ, ആ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ പറയുമ്പോൾ നിങ്ങളെ കൊല്ലില്ല, നിങ്ങൾ ഭരണകൂടത്തോട് പറയൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് കൃത്യമായി ഒരു ലക്ഷ്യത്തോടു കൂടി ഇസ്ലാമിക പ്രാർത്ഥന ചൊല്ലി ഒരു സ്ത്രീയെ അത് മനഃപൂർവ്വമാണ്. നമ്മുടെ ഉള്ളിൽ വിള്ളലും പ്രശ്നവും ഉണ്ടാക്കാൻ, നമ്മളെ വീണ്ടും വീണ്ടും തമ്മിൽ തല്ലിപ്പിക്കാൻ അവർ 4 പേരോ 6 പേരോ വന്ന് അവർക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കാൻ മേജർ രവി സാർ ചൂണ്ടിക്കാണിച്ച പോലെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ കൂടെ വേണ്ടി ചെയ്യുന്നതാണ്. അവർക്ക് എന്ത് ഹിന്ദു മുസ്ലിം, അവർക്ക് മനഃപൂർവ്വം ഇന്ത്യക്കാരെന്ന് പറയുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അങ്ങ് പറഞ്ഞതിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ മുംബൈ ഭീകരാക്രമണത്തിൽ പോലും അജ്മൽ അമീർ കസം എല്ലാവരെയും വെടിവെക്കുകയായിരുന്നു. ജൂതന്മാരെ മാത്രമാണ് ചബാഡ് ഹൗസിൽ അടക്കം തെരഞ്ഞുപിടിക്കുകയും ഫോറിൻ പാസ്പോർട്ടുകളും മറ്റും താജിൽ ചോദിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കൂടെ വേണ്ടി പാകിസ്ഥാനി തീവ്രവാദി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ നീക്കമാണ് എന്ന് നമ്മൾ കാണണം. ഒരു രാജ്യമെന്ന നിലയിൽ ഒരുമിച്ച് നിന്ന് നേരിടണം. എനിക്ക് ഉറപ്പുണ്ട് മോദിജിയും ശ്രീ അമിത്ഷാജിയും അല്ലെങ്കിൽ അജിത് ഡോവലും അടക്കം അതിശക്തമായ മൂത്തോർ ജവാബ് എന്നൊക്കെ നമ്മൾ ഹിന്ദി പറയാറുണ്ട്, അതിശക്തമായി മുഖമടിച്ചുള്ളൊരു മറുപടി ഉണ്ടാകും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമുക്ക് പിന്നീട് തർക്കിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പിന്നീട് തർക്കിക്കാൻ സ്പേസ് ഉണ്ടാവും. ഇപ്പോൾ ഒരുമിച്ച് നിന്ന് എന്ത് പ്രധാനമന്ത്രി തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തോടൊപ്പം നമ്മുടെ രാജ്യം നിന്ന് ഇതിനൊരു മറുപടി കൊടുക്കേണ്ട അവസരമാണ്. ഓക്കെ, ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ ഏത് തരത്തിൽ ആ ഒരു വിഷയത്തെ കാണുന്നു? ഇത് ഒറ്റക്കെട്ടായി നിന്ന് മറുപടി കൊടുക്കേണ്ട ഒരു സമയത്ത് ഇതിനകത്ത് ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ശ്രമം ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു, അതിൽ വീണു പോയിരിക്കുന്നു ചിലർ, അത്തരം ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഒരിക്കലും ആ പക്ഷത്തല്ല. എന്താ വെച്ച് കഴിഞ്ഞാല് കാര്യം ഇത് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന, അതായത് പേര് ചോദിച്ച്, ജാതി ചോദിച്ച്, മതം ചോദിച്ച് അവർ കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇത്ര സ്പെസിഫിക് ആയിട്ട് അവർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴാണ്. അതിന് വളരെ കൃത്യമായ ഉദ്ദേശമുണ്ട്. അത് വളരെ കൃത്യമായി വീശി എറിഞ്ഞ ഒരു ചൂണ്ടയാണ്. അതിൻ്റെ അകത്ത് കൊത്താതിരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഓരോ പൗരൻ്റെയും കടമയാണ്. അത് കൃത്യമാണ് അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഇങ്ങനെ വലിയൊരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ട്രാപ്പിൽ കുടുങ്ങാതിരിക്കേണ്ടത് വളരെ 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 അത്യാവശ്യമായൊരു കാര്യം. ഇത് കൃത്യമായി നടന്നു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ 2023 ഒക്ടോബറിൽ ഇസ്രായേലിൽ ഹമാസ് ചെയ്ത അതേപോലെ അതിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് ഇവിടെ. എന്താണ് അവർ ഈ ഹമാസ് ഭീകരവാദികൾ അവിടെ കടന്നു കയറി ആ ജൂതന്മാരെയും അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുപ്പ്, ബഹുഭൂരിപക്ഷം അത് ജൂതരാഷ്ട്രമാണ് ഉണ്ടാവുന്നത്, അങ്ങനെ തട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പിൽ വിലപേശിയ അതിൻ്റെ മറ്റൊരു, അതാണ് ഇവിടെ കൃത്യമായിട്ട്. അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസവും, യാതൊരു വ്യത്യാസവും അതിൻ്റെ മുമ്പിലില്ല. അവർ ഇപ്പൊ ഇവിടെ എല്ലാവരും ഒരേപോലെ പറഞ്ഞിരിക്കുന്ന പോലെ, ഇപ്പൊ രാഹുലേശ്വരം പറഞ്ഞു, എല്ലാവരും പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇന്ത്യയായിട്ട് ഒരു ഒരു ത്രഷോൾഡിന് കീഴിലുള്ള ഒരു കൺട്രോൾഡ് ടെൻഷൻ ഇന്നും പാകിസ്ഥാൻ അത് ആവശ്യമാണ്. അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ ഇന്ത്യ വിരോധത്തിലാണ്.
ഇത് തന്നെയാണ് ഇപ്പൊ ഹമാസിന്റെ നോക്കിക്കോളൂ. അവർ ഒരിക്കലും തീർച്ചയായും ഇസ്രായേൽ തിരിച്ചടിക്കും എന്നവർക്കറിയാമായിരുന്നു. പക്ഷെ ആ തിരിച്ചടിയുടെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടാകും എന്നവർ ഒരിക്കലും കണക്കാക്കിയിരുന്നില്ല. അവർ ഈ അടുത്ത കാലത്ത് സമ്മതിക്കുകയും ചെയ്തു. കുറെ 1000 പേരെ തട്ടിക്കൊണ്ടുപോയി ഒരു ഇത്ര പേരെ അവരടിക്കുമായിരിക്കും, കൊല്ലുമായിരിക്കും, നെഗോഷിയേറ്റ് ചെയ്തു, അവരുടെ ആൾക്കാരെ വിട്ടു, അതവിടെ കഴിഞ്ഞു. കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു കാര്യം. ഇതുപോലെ തന്നെ ഇപ്പോഴും പാകിസ്ഥാൻ തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഉറിയിൽ സംഭവിച്ച പോലെ അല്ലെങ്കിൽ ബാലക്കോട്ട് സംഭവിച്ചതുപോലെ അങ്ങനെ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗിലും ഇന്ത്യ എടുക്കുന്ന ഒരു തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് എലമെന്റ് ഈ തിരിച്ചടിയിൽ ഉണ്ടാകും. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇത്തരം ഭിന്നിപ്പിച്ച് നിർത്തുവാനുള്ള നീക്കത്തിൽ കൊത്തരുത് എന്ന്. അവനെ എനിക്ക് തോന്നുന്നു ഈ നേരത്തെയൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ കശ്മീരിലെ മുഴുവൻ കടകൾ അടച്ചിടുക, അങ്ങനെ വളരെ പെട്ടെന്ന് അവിടുന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുക. പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, താങ്കളും കണ്ടു കാണും, ഈ ഭീകരാക്രമണത്തിന് ഇരയായവർക്ക് അവിടുത്തെ കടകളിൽ നിന്നുള്ളവർ എത്രയും പെട്ടെന്ന് കുടിവെള്ളം എത്തിച്ചു നൽകുന്നു, അവർക്ക് ഭക്ഷണം നൽകുന്നു, അവർക്ക് എല്ലാ പിന്തുണയും നൽകി അവിടെ നിന്ന് ഒഴിവായവർക്ക് യാത്ര പറയുന്ന അതിമനോഹരമായ ദൃശ്യം നമുക്ക് കശ്മീരിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ നാട്ടുകാരിൽ ഒരാളാണ് ഭീകരരുടെ തോക്ക് വാങ്ങിച്ച് അങ്ങനെ ധീരമൃത്യുവിന് ഇരയാവുകയും. ആ ഒരു മാറ്റം അത് മുമ്പുണ്ടായതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. ആ ദൃശ്യം കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതായത് വാഹനങ്ങളിൽ കണ്ണീരോടെ മടങ്ങുന്നവരെ ആശ്വസിപ്പിക്കുന്നു, അവർ കുടിവെള്ളം വിതരണം ചെയ്യുന്നു, അവർ കൈ കൊടുക്കുന്നു, ഒരു പരിധിവരെയെങ്കിലും അവർ ക്ഷമാപണം നടത്തുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. ഈ കാഴ്ച കശ്മീരിൽ ഇതിനു മുമ്പ് കാണാൻ സാധിച്ചിട്ടില്ല. ശ്രീ ഷാബു പ്രസാദ്, തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം കഴിഞ്ഞ 5 വർഷം കൊണ്ട് കാശ്മീരിൽ സംഭവിച്ച വിപ്ലവകരമായ മാറ്റമാണത്. അപ്പോൾ ഈ കഴിഞ്ഞ 10-70 വർഷം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദശാബ്ദങ്ങളുടെ വില എത്രയാണെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇത് എത്രയോ നേരത്തെ നമുക്ക് ചെയ്യാമായിരുന്നു. പോട്ടെ, നഷ്ടപ്പെട്ടു പോയത് പോയി, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതായത് ആ ജനങ്ങളുടെ ഇടയിലേക്ക് വികസനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആ ശുദ്ധവായു കടന്നു ചെന്നപ്പോൾ ഇങ്ങനെയും ഒരു ജീവിതമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയതിന്റെ റിസൾട്ടാണിത്. അതാണ് ഇവിടെ കണ്ടത്. കാര്യം ഈ ഒരു മഹാഭാവത്തിലൂടെ ഈ പാകിസ്ഥാനും ഈ തീവ്രവാദികളും ചെയ്തിരിക്കുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുകയാണ്. അതായത് ടൂറിസ്റ്റ് സീസൺ തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള മാസങ്ങളിൽ അതിന്റെ പീക്കിലേക്ക് പോവുകയാണ്. ലോകരാഷ്ട്രങ്ങൾ എത്രയോ ഇപ്പം യൂസഫ് അലി അടക്കമുള്ള എത്രയോ വലിയ കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. കാശ്മീർ വികസനത്തിന്റെ പുതിയ മേഖലകളിലെ പുതിയ ആകാശങ്ങളിലേക്ക് വളരുകയാണ്. അവിടെ LOC വരെ ഇവിടെ ട്രെയിൻ എത്തിയിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കാണുമ്പം ഇനി അത് വേറൊരു കാര്യം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യ പാകിസ്ഥാനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല, നീയൊന്നും ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല എന്ന കൃത്യമായ മെസ്സേജ് പല കാര്യങ്ങളിൽ അവർക്ക് കിട്ടിയിരുന്നത്. ഇന്ത്യയുടെ റഡാറിലേ ഇല്ല പാകിസ്ഥാൻ. അങ്ങനെ ഞങ്ങളും ഇവിടെ ഉണ്ട്, ആ എക്സിസ്റ്റൻസ് ഇവർക്ക് കാണിക്കാൻ, അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആവശ്യമാണ്. തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഞങ്ങൾ തിരികെ എത്താം. ശ്രീ ഷാബു പ്രസാദ്, ശ്രീ TP ശ്രീനിവാസൻ, ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ടാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അവര് പറയുന്നത് തന്നെ ഈ ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട കാര്യം, ഒരു 80,000 മേളിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കൊക്കെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഈ വിഷയമൊക്കെ പറയുന്നുണ്ട്. ഇത് നയതന്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഒരു പരാതി വളരെ ജെന്യൂൻ ആയിട്ട് ആ ഭാഗത്ത് നിന്ന് ഉയരുന്നതാണോ, അതോ ഈ മോദി സൗദി സന്ദർശനം നടക്കുന്ന സമയത്ത് ഈ കാശ്മീർ എന്ന് പറയുന്ന വിഷയത്തെ വീണ്ടും ആഗോളതലത്തിൽ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി നടത്തുന്ന കാര്യമാണോ? ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് വലിയ ഇൻഫ്ലുവൻസ് വരുന്ന ഒരു സമയത്ത് അതിന് തടയിടാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടോ മറ്റ് വിദേശ ശക്തികളുടെ? അങ്ങനെയൊക്കെ നയതന്ത്രപരമായ തലത്തിൽ വിലയിരുത്താൻ കഴിയുന്ന കാര്യമാണോ? അതെ, ഇത്തവണത്തെ ആക്രമണം തീർച്ചയായും ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്ലോബൽ ഇക്വേഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ കാര്യത്തിലും പാലസ്തീൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്.
എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രയേലുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ ആ ബന്ധം സ്ഥാപിക്കാനുള്ള സമയമായപ്പോഴാണ് ഹമാസിന് മനസ്സിലായത് ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ പാലസ്റ്റൈൻ എന്നുള്ളൊരു വാക്ക് പോലും ആളുകൾ കേൾക്കുകയില്ല. സൗദി അറേബ്യയും കൂടെ ഇസ്രയേലുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അപ്പോഴൊരിടത്ത് തീരുമാനം, ഇങ്ങനെ ഇല്ലാതായി പോകുന്ന പാലസ്റ്റീൻ കോസിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ സാക്രിഫൈസ് ചെയ്യണമെന്നാലും സാരമില്ല എന്ന ഒരു ചിന്തയിലേക്കാണ് അവർ വന്നത്. അതുകൊണ്ട് എന്തുണ്ടായി? ഇപ്പോൾ പാലസ്റ്റൈൻ നമ്മുടെ ലോക അജണ്ടയിൽ മുമ്പിൽ തന്നെയാണ്. അതായിരുന്നില്ല G20 ഇന്ത്യയിൽ നടന്നപ്പോൾ പോലും ആ ഡിക്ലറേഷനിൽ പാലസ്റ്റൈൻ എന്നുള്ള വാക്ക് പോലും ഉണ്ടായിരുന്നു. ആരും അതിനെപ്പറ്റി ചിന്തിച്ചു പോലുമില്ല, അറബ് രാജ്യങ്ങൾ പോലും. അപ്പോൾ അങ്ങനെ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അവരെന്ത് സംഭവിച്ചാലും തിരക്കേടില്ല, പാലസ്റ്റൈൻ ഇഷ്യൂ ലോകരാജ്യത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അവർക്ക് ചെയ്യാവുന്ന ഏക കാര്യം. അതിൽ 40,000 പേരെയോ 30,000 പേരെയോ വെടിവെച്ച് കൊണ്ടുവന്നൊന്നും അതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. അതുപോലെ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിലാണ് ഇന്ന് പാകിസ്ഥാൻ. താലിബാനെ നോക്കൂ, അവർക്ക് താലിബാനെതിരായിട്ട് യുദ്ധം ചെയ്യണം. ചൈന സഹായിക്കാൻ സാധ്യതകളില്ല. റഷ്യ അമേരിക്കയുടെ കൂടെയാണ്. ഡൊണാൾഡ് ട്രംപിന് പാകിസ്ഥാനുമായിട്ട് യാതൊരു പ്രത്യേകതയുമില്ല, അൺലൈക്ക് ബൈഡൻ. അപ്പോൾ അങ്ങനെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഗ്ലോബൽ സിറ്റുവേഷനാണ് ഇപ്പോൾ ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഡെസ്പറേറ്റാണ്. എന്തു വന്നാലും കാശ്മീർ ഇഷ്യൂ വീണ്ടും ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇന്ത്യ നിയമം പാലിക്കാത്ത രാജ്യമാണെന്നും സെക്യൂരിറ്റി കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല എന്നുമൊക്കെയുള്ള ഒരു ഇമേജ് വീണ്ടും ഇന്ത്യക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാണ് പോകുന്നത് ശ്രമിച്ചത്. അത് നമ്മൾ കണ്ടു 1992 ആ സമയത്ത് ഈ കോൾഡ് വാർ അവസാനിച്ചപ്പോൾ ഇതുപോലെ ഒരു പ്രവർത്തനം അവർ നടത്തുകയുണ്ടായി. എങ്ങനെയെങ്കിലും കാശ്മീരിനെ വീണ്ടും സെക്യൂരിറ്റി കൗൺസിലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അതാണ് അവരുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. അതിൽ കൂടുതലൊന്നും അവർക്കിപ്പോൾ നേടാൻ കഴിയില്ല. അവർക്കറിയാം തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചാക്രമിക്കുമെന്നും അവർക്ക് നഷ്ടമുണ്ടാകുമെന്നും ഒരുപക്ഷെ അതൊരു യുദ്ധത്തിലേക്ക് കടക്കുമെന്നൊക്കെ അവർക്കറിയാവുന്നതാണ്. പക്ഷേ ഇത് ചെയ്തത് യഥാർത്ഥത്തിൽ ഭാവിയെ കണ്ടുകൊണ്ടാണ്. ആർക്കാണ് അവർക്കിപ്പോൾ സുഹൃത്ത് ആരാണ് അവർക്കുള്ളത്? താലിബാനോട് കൊണ്ട് യുദ്ധം ചെയ്യേണ്ട അവസരമല്ല അവർക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് കണക്കാക്കി ഈ ഗ്ലോബൽ ചേഞ്ചസിൽ വരാവുന്ന മാറ്റങ്ങൾ, അതും ഡൊണാൾഡ് ട്രംപ് കൊടുക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന് പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ ഒരു ബാർഗെയിനിങ് പോയിൻ്റ് ഉണ്ടാകുന്ന ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്തത്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ ശക്തമായി പ്രതികരിക്കുമെന്ന് അവർക്കറിയാം. തീർച്ചയായിട്ടും അതിനവർ തയ്യാറായിരുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ഇതിനെ എതിർത്താലും അവരതിനെ കാണുന്നത് ഇന്ത്യയെ താഴ്ത്തി കാണാനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുസ്ലിംസിന് ഇന്ത്യയിൽ ജീവനില്ല എന്നൊക്കെ പറയുമ്പോഴായിരിക്കും ഈ രാജ്യങ്ങൾ ഇന്ത്യയോടുള്ള ബന്ധത്തെ വീണ്ടും. എന്തായാലും ശ്രീ ടി പി ശ്രീനിവാസൻ, വളരെ പെട്ടെന്ന് തിരികെ എത്താം. നമ്മുടെ ധീര ജവാൻ വിനയ് അഗർവാളിന് ഇപ്പോൾ യാത്രാ അയപ്പ് നൽകുകയാണ്. ഭൗതിക ദേഹം സംസ്കരിക്കുകയാണ്. നമ്മുടെ കണ്ണീർ മുഖമായി ഹിമാൻഷു മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മധുവിധു ആഘോഷിക്കാനായി എത്തിയതായിരുന്നു കശ്മീരിൽ. അവിടെ നിന്ന് ചേതനയറ്റ ശരീരവുമായി സ്വന്തം ഭർത്താവിനെ കൺമുന്നിൽ വെച്ചാണ് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത്. ഇപ്പോൾ വിനയ് അഗർവാളിന്റെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. प्रोटोकॉल उससे बात जाना पड़ेगा। बोला का ऊपर वाला इशारा करेगा तो इशारा देगा उनको करने को। ശ്രീ ടി പി ശ്രീനിവാസൻ, ഇതാ നമ്മുടെ സൈന്യത്തിന്റെ ഒരു കരുത്ത്. ഹിമാൻഷുവിന്റെ കണ്ണീർ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണീരാണ്. അതിന് നമ്മുടെ സൈന്യം നീതി ഉറപ്പാക്കും എന്നതിൽ നമുക്കൊരു തർക്കവുമില്ല. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് ഈ നയതന്ത്ര വിഷയങ്ങളിൽ അടക്കം, അതിപ്പോൾ ബംഗ്ലാദേശിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അഫ്ഗാനിസ്ഥാനിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെയൊക്കെ ഇന്ത്യ സമീപിച്ചൊരു രീതിയുണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല സാഹചര്യം എന്നത്. തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ നടത്താറുണ്ട്.
ഇതിപ്പോൾ അതിലേറെ ഭയാനകമാകുന്ന ഒരു ആക്രമണമാണ് നടത്തിയത്. അപ്പോൾ സൈനികമായൊരു തിരിച്ചടി എന്നതിനപ്പുറത്ത് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ വിചാരിച്ചാൽ അത് സാധ്യമാകും. പക്ഷേ അപ്പോഴും ചില തീരുമാനങ്ങളൊക്കെ അങ്ങനെ കടുത്ത നിലപാടുകളിലേക്ക് ഇന്ത്യ പോകാറില്ല എന്നുള്ളതാണ്. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇനി അത്തരം നടപടികൾ ഏത് രീതിയിലായിരിക്കാം സ്വീകരിക്കാൻ പോകുന്നത്? പക്ഷേ ഈ സാഹചര്യം പുതിയതല്ലല്ലോ. മുമ്പും നമ്മൾ നമ്മുടെ ഓപ്ഷൻ എപ്പോഴും പരിശോധിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്താൽ എന്താണ്? ശരിയാണ്, അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷേ അത് നമുക്കും താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു അയൽ രാജ്യമാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന, അവരെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്കും സഹായകരമായിരിക്കില്ല. അത് അവർക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവർ ഡിസ്പറേറ്റ് ആകുന്ന പോലെ നമ്മളാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഓപ്ഷൻസ് ഇപ്പോൾ എംബസി ഹൈക്കമ്മീഷൻ അടക്കിയ ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ് ഉള്ളപ്പോൾ ഒരു എംബസി ഇല്ലെങ്കിലും നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് അവിടുത്തെ സാധാരണക്കാരെ, അവിടുത്തെ കർഷകരെ ഒന്നും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകാതിരിക്കും. അങ്ങനെയാണ് ഇന്ത്യ എപ്പോഴും സ്വീകരിക്കാറുള്ള നിലപാട്. അത് ആവർത്തിക്കും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ലാതെ അതിന് ടെക്നിക്കൽ ആസ്പെക്ട്സും കൂടെ ഉണ്ട്. ഇൻഡസ് വാട്ടർ ട്രീറ്റി അങ്ങനെ നമുക്ക് യൂണിലാറ്ററായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുകയില്ല. അതിനകത്ത് വേൾഡ് ബാങ്ക് ഒക്കെ ഇൻവോൾവ് ആണ്. പക്ഷെ അതൊരു ഓപ്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ, ഒരു എക്സ്ട്രീം ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഓപ്ഷനെല്ലാം എന്ത് സംഭവിക്കും എന്നുള്ളതിന് നല്ല കണക്കുകൂട്ടലുകൾ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഗവൺമെൻറ് ചെയ്യാവുന്നതുമാണ്. ഗവൺമെൻറ് എന്ത് തീരുമാനം ഇന്ത്യക്കാർ അത് അംഗീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ശക്തമായൊരു നടപടി തന്നെ ഈ ഡിപ്ലോമാറ്റിക് ആക്രമണം ഉണ്ടാകാനാണ് സാധ്യത. ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ പുൽവാമ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം ഇന്ത്യ സമ്മർദ്ദം ചെലുത്തി പാകിസ്ഥാന്റെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി റദ്ദാക്കി. ജെയ്ഷെ മസൂദിനെ UN ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ഒരു സമ്മർദ്ദമൊക്കെ നടത്തി. ഇപ്പോൾ ഓൾറെഡി FATF-ന്റെ ഗ്രേ ലിസ്റ്റിലൊക്കെ പാകിസ്ഥാൻ ഉണ്ട്. അപ്പോൾ UN ഒക്കെ ഇടപെട്ടുകൊണ്ട് ആ തരത്തിൽ ഒറ്റപ്പെടുത്തുക, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യക്ക് കടക്കാൻ കഴിയില്ലേ? നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡേർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അത്തരം സമ്മർദ്ദങ്ങളിലേക്ക് ഇന്ത്യക്ക് കടക്കാൻ കഴിയില്ലേ? തീർച്ചയായും കഴിയും. പക്ഷേ അതുകൊണ്ടൊന്നും മതിയാവില്ല. ഇത്തവണത്തെ ഞാൻ പറഞ്ഞതിന് പ്രത്യേക സാഹചര്യങ്ങളാണ്. അതുകൊണ്ടിപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇത് കൊണ്ടുപോയത് കൊണ്ടോ അല്ലെങ്കിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് അവർ മാറിയത് കൊണ്ടോ ഒന്നും അവരിതൊന്നും പഠിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ശക്തമായ മിലിറ്ററി റിയാക്ഷൻ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലുള്ള ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വിനയ് അഗർവാളിന്റെ സംസ്കാര ചടങ്ങ് അത് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നഷ്ടവേദനയിലും ഉയർന്നു കേൾക്കുന്നത് രാജ്യസ്നേഹത്തിന്റെ വരികൾ തന്നെയാണ്. അങ്ങനെ അത്രത്തോളം വികാരനിർഭരമായിട്ടുള്ള രംഗങ്ങൾക്കോടുകൂടി സാക്ഷിയാവുകയാണ് രാജ്യം. 27 പേരുടെ ജീവൻ അവർക്ക് യാത്രയയപ്പ് നൽകുമ്പോൾ. ഏതായാലും വളരെയധികം നന്ദി നയതന്ത്ര വിദഗ്ധൻ ശ്രീ ടി പി ശ്രീനിവാസൻ സാറും നമുക്കൊപ്പം ചേർന്നതിന്. മറ്റതിഥികൾ വീണ്ടും തുടരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദും ഒപ്പം ശ്രീ രാഹുൽ ഈശ്വറും. ശ്രീ രാഹുൽ ഈശ്വർ, എപ്പോഴും ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ ഒരു സൈനിക കരുത്ത്, അത് ലോകരാഷ്ട്രങ്ങളുടെ സൈനിക കരുത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സൈനിക കരുത്താണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരാണ് പലപ്പോഴും ഭരണത്തിലേറാറുള്ളത് എങ്കിൽ പോലും ആ സാങ്കേതികമായി അംഗബലം കൊണ്ടൊക്കെ ഏറെ പിന്നിലാണ്. അപ്പോൾ ഒരു തിരിച്ചടി എന്നത് ഇന്ത്യക്ക് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണ്. അപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ഭീകരാക്രമണത്തിന് ശേഷം ഇതാ 4 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുന്നു. അപ്പോൾ ഇനിയും, അതായത് രാജ്യത്തിന്റെ വിവിധ മേഖലകളിലടക്കം
ഇനിയും ആക്രമണത്തിനുള്ള സാധ്യത ഇന്ത്യ തള്ളിക്കളയുന്നില്ല. അപ്പോൾ രാജ്യത്തെ വളരെ പെട്ടെന്ന് സുരക്ഷിതമാക്കുക, അതിനുശേഷം അടുത്ത നടപടി, ആ നടപടിയൊക്കെ അതീവ രഹസ്യമായിട്ടായിരിക്കുമെന്നത് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇനിയും ഭീകര സാധ്യതകൾ അല്ലെങ്കിൽ ആക്രമണ സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു നീക്കം കൂടി ആയിരിക്കുമല്ലോ ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണമല്ലോ പ്രതീക്ഷിക്കാൻ. തീർച്ചയായും. അതോടൊപ്പം 2-3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ഈ തീവ്രവാദികളുടെ ഉദ്ദേശം? നേരത്തെ ശ്രീ ഷാബു പ്രസാദ് സാർ 2 പോയിന്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ 2 പോയിന്റും വളരെ പ്രസക്തമാണ്, ഇന്ത്യക്കാർ സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. TP സാറും ആ പോയിന്റിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഒക്ടോബർ 7 ഇസ്രായേൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന്റെ ഉദ്ദേശം ഡൊണാൾഡ് ട്രംപ് അടക്കം വിഭാവനം ചെയ്തിരുന്ന എബ്രഹാം പിതാവിന്റെ പേരിലുള്ള അക്കോർഡ്സിൽ സൗദി അറേബ്യയും ഇസ്രായേലും എല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ ഈ പാലസ്തീനിലെ തീവ്ര വിഭാഗങ്ങൾ സൈഡ് ലൈൻ ഉണ്ടാവും. അത് മാറാനും ഇസ്രായേൽ പൊതുവെ ഒരു സ്ട്രോങ് റിയാക്ഷൻ കൊടുക്കുന്ന രാജ്യമാണ്. അപ്പൊ ഇസ്രായേലിന്റെ ഭാഗത്ത് 1000 പേരെ കൊന്നാൽ തിരിച്ചൊരു റിയാക്ഷൻ ഉണ്ടാകുമെന്നും ഹമാസിന്റെ ആൾക്കാർക്ക് അറിയാമോ. അങ്ങനെയാണ് ഈ ഹമാസിന്റെ റാഡിക്കലായ ആൾക്കാർ വന്ന് അവിടെ അങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. പക്ഷെ തിരിച്ച് അവർ 60,000 പേരെ ഒന്നും കൊല്ലുമെന്ന് ആരും വിചാരിച്ചില്ല. അപ്പോൾ ഒരു എക്സ്ട്രീംലി ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷനായി. അത് ഇസ്രായേലിന്റെ പാറ്റേൺ ആണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഒരുപാട് സിവിലിയൻസ് അടക്കം ഒരുപക്ഷെ കൊല്ലപ്പെട്ടത് നമ്മളെല്ലാം വേദനയോടാണ് കണ്ടത്. റഫ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കാര്യം കുട്ടികളും സ്ത്രീകളും മരിക്കുന്നതിനൊന്നും ആർക്കും ഏത് ഭാഗത്ത് മരിക്കുന്നതിന് ആർക്കും ന്യായീകരണമില്ല. നമുക്ക് വേദനയുണ്ടായി. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യയുടെ മറുപടി പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. ഇന്ത്യയുടെ മറുപടി പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു പാകിസ്ഥാനി സിവിലിയന് ദോഷം ഉണ്ടാകുന്നതാകില്ല. പാകിസ്ഥാനിലെ ഈ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്ത് നമുക്ക് ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത്. തീവ്രവാദികളെ നശിപ്പിക്കുക സാധാരണക്കാരുമായിട്ടുള്ള അവിടുത്തെ ഏതെങ്കിലും ഇതേ ഒരു പാവപ്പെട്ടവനെ കൊല്ലുന്നതല്ല നമ്മുടെ ഇന്ത്യൻ സംസ്കാരം. പകരം അവിടുത്തെ തീവ്രവാദികൾക്ക് അതിശക്തമായ നടപടി. അതോടൊപ്പം നേരത്തെ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്തമാണ്. കാശ്മീർ ഫ്ലറിഷ് ചെയ്യുകയാണ്. കാശ്മീരിന്റെ സ്റ്റേറ്റ്ഹുഡ് മാറ്റിയത് വേണോ വേണ്ടയോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. അത് തർക്കമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കാശ്മീർ നന്നാകുകയാണ്, കാശ്മീരി ബിസിനസ് വളരുകയാണ്, കാശ്മീർ ടൂറിസം വളരുകയാണ്, കാശ്മീർ ഈ ലോകത്തെ സ്വർഗമാണ് എന്ന് പറയുന്ന ആ സങ്കല്പം തിരിച്ചു വരികയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാശ്മീരിലെ സാധാരണക്കാരന്റെ മുസ്ലിമിന്റെ പോക്കറ്റിലും കാശ് കൂടുതൽ വരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോ ഈ ടൂറിസ്റ്റ് സീസണെ അടക്കം അട്ടിമറിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ സർവ്വതല സ്പർശിയായ നിലപാടെടുക്കണം. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ 9 അംഗ ഡെലിഗേറ്റ്സിൽ ഒന്നായിരുന്നു ഞാൻ. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഞാനും ഹിന്ദുവിന്റെ ഡോക്ടർ സ്റ്റാൻലിയുമായിരുന്നു. ഞങ്ങൾ ഈ തീവ്രവാദ ആക്രമണം നേരിട്ട സ്ഥലങ്ങളിൽ ഇസ്രായേൽ ഗവൺമെന്റ് ഞങ്ങളെ കൊണ്ട് കാണിക്കുകയും അവരുടെ നിലപാടും പൊസിഷനും നമ്മളോട് വിശദീകരിക്കുകയും മറ്റും ചെയ്തു. ഞങ്ങൾ പാലസ്തീനിലുള്ള ആൾക്കാരെയും കണക്ട് ചെയ്തിരുന്നു. പാലസ്തീനിലുള്ള ആൾക്കാർക്ക് പോലും തിരിച്ചറിവുണ്ട് ഈ ഹമാസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം സമാധാനം ഉണ്ടാകരുത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വീണ്ടും കാശ്മീരിലെ അല്ലെങ്കിൽ ഈ വിഘടനവാദത്തിന്റെ സെപ്പറേറ്റിസം ഇഷ്യൂവിനെ ലൈവ് ആക്കി നിർത്താൻ കൂടെ വേണ്ടി ഈ തീവ്രവാദികൾ ചെയ്യുന്നതാണ്. ഇപ്പൊ അവരുടെ കോസ്റ്റ് വളരെ കുറവാണ്. ഒരു 4 പേരോ 6 പേരോ രക്തസാക്ഷിയായി എന്ന് പറഞ്ഞാൽ മതി. പലപ്പോഴും ഇവരെ പറഞ്ഞ് വിശ്വാസത്തിന്റെ അടക്കമുള്ള പല പേരുകളിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ ഈ ആയുധം എടുപ്പിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ഹാൻഡിലേഴ്സിന്, ഈ പുറകിൽ നിൽക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യമുള്ള ഗ്രൂപ്പുകൾക്ക് അതൊരു സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബിഗ് വിക്ടറിയാണ്. അത് നമ്മൾ ഒരു കാരണവശാലും കൊടുക്കരുത്. ഇന്ത്യയിൽ നമുക്ക് ആഭ്യന്തര സ്പർദ്ധ ഉണ്ടാകരുത്. നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കണം. 2 തരത്തിലുള്ള ഒഫൻസീവാണ് ഇനിയും. ഒന്ന് മിലിറ്ററി ഒഫൻസീവാണ്, 2 ഡിപ്ലോമാറ്റിക് ഒഫൻസീവാണ്. ഇത് രണ്ടും നമ്മൾ ചെയ്യണം. മിലിറ്ററി ഒഫൻസീവിന് വേണ്ടി ഡിപ്ലോമാറ്റിക് ഒഫൻസീവിനെ മാറ്റി വെക്കണ്ട, ഡിപ്ലോമാറ്റിക് ഒഫൻസീവിന് വേണ്ടി മിലിറ്ററി ഒഫൻസീവിനെ മാറ്റി വെക്കരുത്. നമ്മുടെ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ, ഒരുപക്ഷെ സർജിക്കൽ സ്ട്രൈക്ക് പോലെയോ മോദിജി എന്തെങ്കിലും ഒരു എലമെന്റ് ഓഫ് സർപ്രൈസ് കൊണ്ടുവരും. നമുക്ക് പൊതുവെ അങ്ങനെയാണ് നമുക്കെല്ലാം അദ്ദേഹത്തിന്റെ രീതികൾ അറിയാം. അപ്പോൾ അതിശക്തമായി തീവ്രവാദ ക്യാമ്പുകളെയും കേന്ദ്രങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു അറ്റാക്ക് ആയിരിക്കാം. അതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ നേരത്തെ ശ്രീമതി അപർണ വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനെ പല രംഗങ്ങളിലും പാകിസ്ഥാൻ വേൾഡ് ബാങ്കിന്റെയും IMF-ന്റെ എല്ലാം സഹായം കൊണ്ട് നിലനിൽക്കുന്ന ഈ പ്രത്യേകിച്ച് അമേരിക്കക്കാർ മുമ്പ് ഡെമോക്രാറ്റ്സ് ഇരുന്നപ്പോൾ അവരുടെ വലിയ ഫണ്ടും മറ്റും കിട്ടുന്നതായിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാന റവന്യൂ സോഴ്സിലും. അതടക്കം ദുർബലപ്പെടുത്തുന്ന രീതിയിൽ അതിശക്തമായ രീതിയിൽ നമ്മൾ ഇടപെടണം. ആ രീതിയിൽ ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥന. യെസ്, ഞാൻ തിരികെത്താം. ശ്രീ ഷാബു പ്രസാദ്, സിവിലിയൻസിന് നേരെ ഉണ്ടായ ആക്രമണമാണ്. ഈ ഒരു മെത്തേഡാണ് ഇനിയും തീവ്രവാദ ഗ്രൂപ്പുകൾ പിന്തുടരുന്നതെങ്കിൽ ആശങ്കയ്ക്ക് ഒരുപാട് വകയുള്ള കാര്യം കൂടിയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നു ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. TRF-ന് ലഷ്കർ ഇ തോയ്ബയുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇന്ത്യ അത് വ്യക്തമാക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് ബന്ധമില്ല, പക്ഷേ ആക്രമിച്ചാൽ
ഞങ്ങൾ തിരിച്ചടിക്കും, അത് പ്രതികാരം ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പും പാകിസ്ഥാന്റെ ഭാഷയിലുണ്ട്. സ്വാഭാവികമായിട്ടും ബാലാക്കോട്ട് അറ്റാക്കിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ തിരിച്ചടിച്ച കുറെ തീവ്രവാദ ഒരു മെത്തേഡുകളുണ്ട്. ആ തരത്തിലേക്ക് പാകിസ്ഥാൻ മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വളരെ കടുത്ത നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ പാർലമെന്റ് ആക്രമണമൊക്കെ പോലെ കൂടുതൽ ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതിന് കഴിയുമോ പാകിസ്ഥാന് ഇപ്പോൾ? എങ്ങനെ കാണുന്നു? ഇല്ല, പാകിസ്ഥാൻ എന്തായാലും തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എന്തായാലും യാതൊരു സംശയമില്ല. അത് പുൽവാമ പോലെയോ അല്ലെങ്കിൽ ഉറി പോലെ ബാലക്കോട്ട് പോലെയോ ഉറി പോലെയോ ആയിരിക്കില്ല എന്നുള്ളത് കാര്യം അവർക്ക് അത് എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരിക്കൽ അവർക്ക് പഠിച്ച പാഠം അതിനനുസരിച്ചായിരിക്കില്ല ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ ഈ ഒരേ സമയം ഡിപ്ലോമാറ്റിക് ആയിട്ടും ഈ പറഞ്ഞ പോലെ മിലിറ്ററി വൈസും എല്ലാം ഉണ്ടാവും. എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ എന്നെ ആശങ്കപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ടാ പറഞ്ഞത്. ഇപ്പം ശ്രീനിവാസ സാർ ഇപ്പോൾ ഇവിടുന്ന് പോയി. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പാകിസ്ഥാൻ ഓൾമോസ്റ്റ് ഐസൊലേറ്റഡ് എമംഗ് ഈവൻ ഇൻ ഇസ്ലാമിക് കൺട്രീസ്. അതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ വശത്തു നിന്നും ഈവൻ ഇവർ ഊട്ടി വളർത്തിയ താലിബാൻ വരെ ഇപ്പോൾ ഇവർക്കെതിരെ തിരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അതീവ ദുർബലമായ ഒരവസ്ഥയിൽ ഇവർ ഇത്ര വലിയ ഒരു റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു ധൈര്യം ഓർക്കും. അതെന്താണ് ആ ധൈര്യം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. ഇവരുടെ ധൈര്യം ചൈനയാണ്. ചൈന ഇവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യും. അമേരിക്ക ചെയ്യില്ല, ആരും ചെയ്യില്ല, ഇവരെ ഒന്നും ചെയ്തില്ലെങ്കിലും ചൈന ഇവർക്ക് സപ്പോർട്ട് ചെയ്യും എന്ന ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അത് തീർച്ചയായും നാം ആശങ്കയോടെ തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. പിന്നെ ചൈന ഒരു കാര്യമുണ്ട്, ഈ കൂടെ നിൽക്കുന്നവനെ പോലും അത്രയും നാൾ കൂടെ നിർത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ചവിട്ടി ദൂരെ കളയുന്ന ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വർഗമാണ് ചൈന. അവർക്ക് അവരുടെ താല്പര്യങ്ങൾ തന്നെയാണ് വലുത്. അവരുടെ കച്ചവടം, അവരുടെ ഇന്ത്യയുമായിട്ടുള്ള അവരുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഏറ്റവും വലിയൊരു കസ്റ്റമറാണ്. അങ്ങനെ അതുകൊണ്ട് അവർ അതിൻ്റെ അകത്ത് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വരാനിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ ഈ ഹഫീസ് സയ്യിദിനെയൊക്കെ അന്താരാഷ്ട്ര ഭീകരനായിട്ട് പ്രഖ്യാപിക്കാൻ എന്ന സമയത്ത് UN-ൽ എപ്പോഴും ചൈന ഈ പാകിസ്ഥാനെതിരെ ഒരു പ്രമേയം വന്നു കഴിഞ്ഞാൽ, ഒരു നീക്കം വന്നു കഴിഞ്ഞാൽ അതിന് വീറ്റോ ചെയ്തിരുന്നതൊക്കെ ചൈനയാണ്. ആ ഒരു ധൈര്യത്തിലായിരിക്കാം അവർ ഈ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അവിടെ വേറൊരു സംശയമുണ്ടാകുന്നത് ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ട്രേഡ് വാർ അടക്കം നടക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയോടടക്കം കൂടുതൽ സഹകരണം ചൈന ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. അപ്പോൾ 140 കോടി ജനങ്ങളുള്ള ഒരു മാർക്കറ്റിനെ ചൈനയ്ക്ക് വളരെ പെട്ടെന്ന് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുമോ? മാത്രവുമല്ല, ചൈനയ്ക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തണം. അതിന് പാകിസ്ഥാൻ പോലൊരു രാജ്യം പര്യാപ്തമാണോ? മറ്റൊന്ന്, നിൽക്കുന്നു. മാത്രമല്ല, ഇതിപ്പോൾ ഒരു തീവ്രവാദമാണ്. ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സ്പർദ്ധ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ, അതുപോലെ ചൈനയ്ക്ക് ഈ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാനാകുമോ? ഇല്ല, കഴിയില്ല. ഞാൻ പറഞ്ഞ പാകിസ്ഥാൻ അവർ കണക്ക് കൂട്ടിയിരുന്ന ഇങ്ങനെ ആയിരിക്കും. രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഇന്ത്യ പോലെ വലിയൊരു മാർക്കറ്റ് സഹകരണം അവർക്ക് ആവശ്യമാണ് ഇന്ത്യയുടെ. അത് ഒരു വശം. മറ്റൊന്ന്, ഒരു മിലിറ്ററി ഒഫൻസീവിന് ചൈന തയ്യാറാവില്ല. എന്താ പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, ഈ കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ ചൈനയുടെ ചൈന ആകെ നടത്തിയിട്ടുള്ള ഒരേ ഒരു മിലിറ്ററി ഒഫൻസീവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധമാണ്. ഇന്ത്യ എന്ന് വളരെ ദുർബലമായിരുന്നു. നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരുപാട് പരാജയങ്ങളൊക്കെ കാരണം അതിൻ്റെ അകത്തുനിന്ന് അവർ വിൻ ചെയ്തു. അതല്ലാതെ ചൈനയുടെ മിലിറ്ററിയെ പറ്റിയും ചൈനയുടെ മിലിറ്ററി പവറിനെ പറ്റിയും ഈ പ്രൊപ്പഗാൻഡ അടിച്ചിറക്കുന്നതല്ലാതെ അതിൻ്റെ റിയാലിറ്റി എന്താണ്, അവരുടെ ആയുധങ്ങളുടെ സ്ട്രെങ്ത് എത്രയാണ്, അവർക്ക് എത്ര പവറുണ്ട്, അവരുടെ വിമാനങ്ങൾ 6ാം തലമുറ, 10ാം തലമുറ, 15ാം തലമുറ എന്നൊക്കെ ഈ അടിച്ചു വിടുന്നതല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഇന്നും ലോകത്തിന് അറിയില്ല. അതുകൊണ്ട് തന്നെ അതങ്ങനെ നിർത്തുക. കാര്യം അത് എന്തായാലും ഈ ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ സ്ട്രെങ്തിനെ പറ്റി ലോകത്തിന് സംശയവുമുണ്ട്. അത് വെളിപ്പെടാൻ തങ്ങളുടെ ദൗർബല്യം ഒരു മിലിറ്ററി ഒഫൻസീവിലൂടെ ലോകത്തിനെ അറിയിക്കാൻ അവർ താല്പര്യപ്പെടില്ല. അതിന് പകരം ഈ രീതി ഇങ്ങനെയാണ് അവർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോളൂ. നിങ്ങൾ ചൈനയുടെ ഒരു ഒഫൻസീവ്, മിലിറ്ററി ഒഫൻസീവ് ഈ കഴിഞ്ഞ 10-75 വർഷത്തിനുള്ളിൽ എവിടെയെങ്കിലും കണ്ടു? ഇല്ല. നമുക്കറിയില്ല ചൈനീസ് ആർമിയുടെ ഈ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ അവരുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അവരുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല, ലോകത്തിന് അറിയില്ല. അറിയണമെന്ന അവർക്ക് ആഗ്രഹവും ഇല്ല. അല്ല, അങ്ങനെ ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലല്ലോ. അല്ല, സാഹചര്യം അവർക്ക് പ്രശ്നമില്ലാത്ത ആരോടാണെന്ന്
ചൈനയുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ അവർക്ക് പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കൊള്ളാവും നല്ല ബന്ധമുള്ള ഏതെങ്കിലും ഒരു അയൽക്കാരൻ. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ അവർ വളരെ സൂക്ഷിച്ചേ നിൽക്കുകയുള്ളൂ. ഇപ്പൊ വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ഇന്ത്യയായിട്ട് ഒരു കാരണവശാലും അതിർത്തിയിൽ ഫയർ ആംസ് ഉപയോഗിക്കില്ല എന്ന ഒരു എഗ്രിമെന്റ് ഇന്ത്യയും ചൈനയും തമ്മിലുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കയ്യും കല്ലും കവണയും തടിയും മുള്ളു വെച്ച വടിയും ഒക്കെ തന്നെ ഉള്ളൂ അവിടെ ഉപയോഗിക്കുള്ളൂ പട്ടാളക്കാർ. അതുകൊണ്ട് ഈ രണ്ട് കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന ഇക്കാര്യത്തില് ഇന്ത്യയെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു റിസ്ക് ചൈന എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷെ പാകിസ്ഥാന്റെ പ്രതീക്ഷ അതായിരുന്നു. അതായത് ഈ ഹമാസിന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇന്ത്യക്ക് വലിയ പിന്തുണയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വറിലേക്ക് വരാം. രാഹുൽ, ഇപ്പോൾ നമുക്ക് അറിയാം എടപ്പള്ളി സ്വദേശിയായിട്ടുള്ള എൻ രാമചന്ദ്രന്റെ ഭൗതികദേഹം കൊണ്ടുവരികയാണ്. അത് കേരളം പോലും ഇത്രയും വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സമയം പോലും ആണ്. ഇതിലെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരുന്നത് കശ്മീർ ജനതയാണ്. അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാകുന്നു, ആ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം ഇല്ലാതാകുന്നു. ഇതിന്റെ എല്ലാം ദുരന്തം അനുഭവിക്കേണ്ടത് കശ്മീരി ജനതയാണ്. സ്വാഭാവികമായിട്ടും ഒരു വരുമാന സ്രോതസ് പോലും ഇല്ലാതാകുന്ന തരത്തിലേക്കൊക്കെയാണ്. ഈ ആശങ്കകൾ മറികടക്കാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. ആ ഒരു കാലഘട്ടമുണ്ടല്ലോ, അതുകൂടി നമ്മൾ എത്രത്തോളം കൺസേൺ കൊടുത്താണ് ചിന്തിക്കേണ്ടത് ഇപ്പോൾ? അവിടെയാണ് ആ സുരക്ഷ വീണ്ടും ശക്തമാകണം. നമ്മളിൽ പലരും സേഫ് ആയിട്ട് മതി, പക്ഷേ കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം. ഞാനൊരു 3 മാസം മുമ്പ് പോകാനിരുന്നതാണ്. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ചില ആൾക്കാർ പോയി വളരെ ഭൂമിയിലെ സ്വർഗമാണെന്ന് പറഞ്ഞ് തന്നെ തിരിച്ചു വരികയുണ്ട്. എനിക്ക് അവർ കാശ്മീരി കോട്ടോ കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തീർച്ചയായും തീർച്ചയായും നമ്മുടെ മനസ്സിൽ ആ പേടിയും മറ്റും കാണും. കാശ്മീരി ജനതയുടെയും പ്രശ്നം ഇന്നും ഇന്നലെ അല്ല. ഈ പാകിസ്ഥാൻ പറയുന്ന പച്ച കള്ളങ്ങളാണ്. അവരുടെ ഈ ജഗുലർ വെയിൻ ആണ് കാശ്മീർ എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരു കള്ളമാണെന്ന് ആലോചിച്ച് നോക്കൂ. ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഹരിസിംഗ് ആദ്യം ഈ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ തിരുവിതാംകൂർ പോലും പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്ക് നിൽക്കാം, ഞാൻ കാശ്മീരായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് മാറി നമ്മളോട് ചേർന്നു. അപ്പോൾ ആ കാശ്മീരും നമ്മളുടേതാണ്, കാശ്മീരികളും നമ്മളുടേതാണ്. ആ നിലപാട് ഇന്ത്യക്ക് വേണം. കാശ്മീർ ഹമാരാ ഹെ, കാശ്മീരി ഭി ഹമാരാ ഹെ എന്ന് പറയുന്ന നിലപാട് വേണം. അപ്പം കാശ്മീർ ജനതയും കാശ്മീരി ജനതയും ചേർത്ത് പിടിക്കണം. ന്യൂസ് 18 അടക്കം എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളെ അഭിനന്ദിക്കുന്ന കാര്യം, നമ്മുടെ രാജ്യത്ത് വേണമെങ്കിൽ തീവ്രവാദികൾ ആഗ്രഹിച്ച പോലെ സ്പ്ലിറ്റ് ഉണ്ടാവാമെന്നെങ്കിലും ഇരുവശത്തെയും പോസിറ്റീവ് വശങ്ങളും മറ്റും കാണിക്കുകയും നമ്മുടെ രാജ്യം ഒരുമിച്ച് വരികയും കാശ്മീരിലെ ജനത തന്നെ അവിടെ ഹർത്താലിനടക്കം ആഹ്വാനം ചെയ്യുകയും അവിടുത്തെ ആൾക്കാർക്ക് വെള്ളവും മറ്റും കൊടുക്കുന്നത് വളരെ നമ്മുടെ മുറിവുകൾ ഉണക്കുന്ന കാഴ്ചയാണ്. അല്ലെങ്കിൽ പലപ്പോഴും ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മുറിവുണ്ടാവും. ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ ഹിന്ദു നമ്മുടെ മനസ്സിലൊരു മുറിവുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നാളെ ഏത് സമുദായമാണെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇത്തരം ചേർത്തുപിടിക്കലുകൾ, മുറിവുണക്കലുകൾ ഒരു രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള ഭാവിക്ക് വളരെ ശുഭോദർഗമാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള ഒരു 1% എക്സ്ട്രീം ഫ്രിഞ്ച് ഒഴിച്ച് എല്ലാവരും ഉത്തരവാദിത്തമുള്ള നിലപാടേ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒരുമയുടെ സ്വരമേ പറഞ്ഞുള്ളൂ. എല്ലാവരും ഇന്ത്യക്കാരായി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഉറപ്പായിട്ടും മോദിജി അടക്കം നമ്മുടെ ഭരണം, ഇനി നാളെ ആര് ഭരിച്ചാലും നമ്മുടെ ഭരണ നേതൃത്വം എടുക്കുന്ന നിലപാട് എന്താണെങ്കിലും ആ നിലപാടിന് ഒരുമിച്ച് വേണം. ഇൻഡസ്ട്രീറ്റി ഒക്കെ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഒരുപക്ഷെ വിരളം, അറിയില്ല. നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവും ദേ ഷുഡ് പേ. അതായത് അവരതിന്റെ വേദന അറിയണം. ദേ ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് എ കോസ്റ്റ്. ഈ തീവ്രവാദം വരുന്നത് ഒരു കോസ്റ്റോട് കൂടിയാണെന്ന് പാകിസ്ഥാൻ തിരിച്ചറിയണം. പാകിസ്ഥാന് അതിശക്തമായ രീതിയിൽ തിരിച്ചടി കൊടുക്കണം. മിലിറ്ററി ഒഫൻസീവ് ഉണ്ടാകണം, ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് ഉണ്ടാകണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ റെയ്ഡേഴ്സ് വരുന്ന ഏക അവസരത്തിലാണ് ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആദ്യം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള കാലമാണ് മഹാത്മാഗാന്ധി അപ്പം മാത്രമാണ് നെഹ്റുജിയോട് പറയുന്നത്, ഈ ശാന്തിയുടെ അപ്പോസ്റ്റലായിരുന്നു മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, നമുക്ക് ശക്തമായ നിലപാടെടുക്കണം, അവിടെ ഈ രീതിയിലുള്ള ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കണം. അങ്ങനെ ചരിത്രത്തിൽ ഒരു റെക്കോർഡഡ് ഇൻസ്റ്റൻസ് പോലും ഉണ്ട്. കാര്യം ഈ വെട്ടാൻ വരുന്ന പോത്തിനോട് വെട്ടാൻ വരുന്ന അവസരത്തിൽ വേദം ഓതിയിട്ട് കാര്യമില്ല. ഒരുപക്ഷെ പോത്ത് എവിടെയെങ്കിലും നിൽക്കുകയാണ്, നമ്മളോട് മനസ്സിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ പോത്തിനെ വേദം ഓതി നന്നാക്കാന്ന് പറയാം. പക്ഷേ നമ്മുടെ ജനതയെയും നമ്മുടെ കുട്ടികളെയും വെട്ടാൻ വരുന്ന അവസരത്തിൽ പോത്തിനെ തടയുക. തീർച്ചയായിട്ടും ശക്തമായ മറുപടിയാണ് ഇന്ത്യ കൊടുക്കേണ്ടത്. അത് ഏത് തലത്തിലാണ്, സൈനിക തലത്തിലാണോ നയതന്ത്ര തലത്തിലാണോ എന്നുള്ള ചർച്ചകൾ പോലും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വളരെയധികം നന്ദി രാഹുൽ ഈശ്വരും ഷാബു പ്രസാദും. ഇനി നമ്മൾ അടുത്ത മണിക്കൂറിലേക്ക് കടക്കുന്നത് ഇതിനു ശേഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്രയധികം തീവ്രവാദ ആക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഉയരാൻ പോകുന്ന ചോദ്യങ്ങൾ ചെറുതായിരിക്കില്ല. ഒരുപക്ഷെ ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് പ്രതിപക്ഷം ആ വിഷയം പറയും. ആർട്ടിക്കിൾ 370 പോലും ഒരുപക്ഷെ അതിന് തുടർന്നുള്ള വിമർശനങ്ങൾ പോലും നിലവിൽ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന നിരവധിയായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട്
പശ്ചിമ ബംഗാളിലടക്കം വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അത് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ ലക്ഷ്യം ഉണ്ടായിരുന്നു തീവ്രവാദികൾക്ക്. അതിന് കാരണം എന്ത്? ഇന്ത്യയിലെ പൊതുവികാരം എന്ത്? അതുകൂടി നമുക്ക് രാഷ്ട്രീയം ഏത് തരത്തിലാണ് എന്നുള്ളത്. അത് 200 വർഷക്കാലം ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ കാൽക്കീഴിൽ ചവിട്ടിമെതിക്കപ്പെട്ട ഒരു ജനത സമാനതകളില്ലാത്ത പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ് ഈ രാജ്യത്തെ. 7.5 പതിറ്റാണ്ടുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിലെ തന്നെ വൻ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. സാമൂഹിക, സാംസ്കാരിക, വ്യാപാര, വ്യവസായ മേഖലയിൽ, ആരോഗ്യ, വിദ്യാഭ്യാസ, സാങ്കേതിക രംഗത്ത് അടക്കം മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിൽ ആണ് നമ്മുടെ ഇടം. സൈനിക കരുത്തിലും ഇന്ത്യയെ വെല്ലാൻ ലോകരാഷ്ട്രങ്ങളിൽ അധികമാരുമില്ല. നമുക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച മറ്റൊരു ജനത മതത്തിന്റെ പേര് പറഞ്ഞ് വിഭജിച്ചു പിരിഞ്ഞിട്ടും 7.5 പതിറ്റാണ്ടായി. എന്നാൽ ഭരണകൂട അസ്ഥിരത, സാമ്പത്തിക പ്രതിസന്ധി, സാമൂഹിക അരക്ഷിതാവസ്ഥ, ഇതാണ് ഇന്ന് പാകിസ്ഥാൻ എന്ന ആ രാജ്യം. സഹോദര രാജ്യമെന്ന കരുതൽ മറന്ന് ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ 24 മണിക്കൂർ പ്രതിരോധിക്കാനുള്ള അംഗബലമോ സാങ്കേതിക തികവോ പാകിസ്ഥാനില്ല. അങ്ങനെ ഒരു രാജ്യത്തിന് 2025-ലും ഒളിഞ്ഞും പതിഞ്ഞും ഇരുന്ന് ആക്രമിക്കാനേ കഴിയും. മത തീവ്രവാദത്തിന് എത്ര കണ്ട് വളവും വെള്ളവും ഒഴിച്ച് നിങ്ങൾ വളർത്തിയാലും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയിൽ, ഐക്യത്തിൽ, മതേതരത്വത്തിൽ ഒരു ചെറു പോറൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിയില്ല. സ്ത്രീകളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി പോരാടിയ സ്വന്തം മകൾ മലാല യൂസഫ്സായുടെ തലയ്ക്ക് നേരെ നിറയൊഴിച്ച പാകിസ്ഥാനോട് ഒന്നേ പറയാനുള്ളൂ: ജനാധിപത്യം പുലരുന്ന നാട്ടിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്കില്ലാത്ത നാട്ടിൽ ഞങ്ങൾ പരസ്പരം തർക്കിച്ചേക്കാം, പോരടിച്ചേക്കാം. പക്ഷേ ഹിമാൻഷി എന്ന ഞങ്ങളുടെ മകൾ, സഹോദരി ഇടനെഞ്ചു തകർന്ന് കരയുമ്പോൾ ഞങ്ങൾക്ക് ഒരു വികാരമേ ഉള്ളൂ. ആ വികാരമാണ് ഇന്ത്യ എന്ന ഈ രാജ്യം. പഹൽഗാമിൽ മരിച്ച രാമചന്ദ്രന്റെ ഭൗതികദേഹം ഇടപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അല്പസമയത്തിനകം ഭൗതികദേഹം അവിടേക്ക് എത്തും. പ്രധാനപ്പെട്ട നേതാക്കളടക്കം അവിടെയുണ്ട്. വെള്ളിയാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കേരളം പോലും വിതുമ്പുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആഭ്യന്തര സുരക്ഷ, ജനങ്ങളുടെ സുരക്ഷ മുതലായ കാര്യങ്ങളിലെല്ലാം രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ഒരുപക്ഷെ വരും സമയങ്ങളിൽ ഉണ്ടായേക്കാം. അത്തരം കാര്യങ്ങൾ കൂടി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾക്ക് കൂടി കളമൊരുങ്ങുന്ന സമയങ്ങൾ അടുത്ത് വരുന്നുണ്ട്. നമ്മൾ ഇനി കടക്കുന്നത് ആ ഒരു വിഷയങ്ങളിൽ കൂടിയും അത്തരം ചോദ്യങ്ങളിലേക്ക് കൂടിയാണ്. നമുക്കൊപ്പം ചേരും മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ, പ്രതിരോധ വിദഗ്ധൻ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള മോഹൻ വർഗീസ്, ഒപ്പം നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, BJP-യിൽ നിന്ന് PR ശിവശങ്കരൻ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംവള്ളി എന്നിവരും നമുക്കൊപ്പം ഈ മണിക്കൂറിൽ ചേരും. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. യെസ്, ആദ്യം ശ്രീ ശിവശങ്കർ, രാജ്യം ഒന്നാകെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. രാജ്യത്തിന്റെ ഐക്യം വെളിപ്പെടുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്?
ഈ തീവ്രവാദ ആക്രമണത്തിലൂടെ തീവ്രവാദികൾ ലക്ഷ്യം വെച്ച ഒന്ന് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ വളരെ കൃത്യമായി ഒരു ജനതയെ കീറിമുറിക്കാം എന്ന ഒരു വിശ്വാസവും പ്രതീക്ഷയും കൂടി ഈ ആക്രമണത്തിനുണ്ടായിരുന്നു എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇതിനു മുമ്പ് പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ധീര സൈനികർ ഉൾപ്പെടെ മരണപ്പെട്ട സാഹചര്യമുണ്ട്. മുംബൈ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ട്. ആ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരിൽ ഒരാളായ തഹാവൂർ റാണയെ നയതന്ത്രത്തിലൂടെ ഇന്ത്യയിൽ എത്തിച്ച ഒരു സമയത്തുകൂടിയാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത്. അതിന് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് താങ്കൾ അനുമാനിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ ആക്രമണത്തിന് പല രീതിയിലുള്ള മുനകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പൊതുവെ പൊതുജനങ്ങളും ഇത്തരത്തിൽ പ്രതിരോധ രംഗത്തെ പ്രമുഖരും പല ചർച്ചകളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലൊന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ മതപരമായി ഇന്ത്യയെ വിഘടിപ്പിക്കാം. മതം ചോദിച്ച് ചിലരെ കൊല്ലുമ്പോൾ ഈ കാശ്മീർ എന്നുള്ള ഒരു സംസ്ഥാനം അത് ചില മതങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, മറ്റു മതങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ മതത്തിൽ ഉള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന ഒരു സന്ദേശം നൽകുവാൻ ഈ പാകിസ്ഥാൻ ടെററിസ്റ്റ് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. രണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ഒരു സ്ഥിരീകരണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്ദേശവുമുണ്ട്. മൂന്ന്, താങ്കൾ അവസാനം സൂചിപ്പിച്ചതുപോലെ ഇവിടെ എങ്ങനെയാണോ ഒരു US വൈസ് പ്രസിഡന്റ് വരുമ്പോൾ ഈ രാജ്യത്ത് അസ്ഥിരതയുണ്ട് അല്ലെങ്കിൽ കാശ്മീർ ഇപ്പോഴും പ്രശ്ന സങ്കീർണമാണ് എന്ന് ജനങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തെ രാജ്യാന്തര വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ള സന്ദേശം ഒരുപക്ഷെ അതിൽ കവിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദിയിൽ സന്ദർശനം നടത്തുമ്പോൾ പാകിസ്ഥാന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ സൗദി അറേബ്യയോട് നൽകുന്ന സന്ദേശം കാശ്മീർ ഞങ്ങൾ ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല, ഇന്ത്യയുമായി കൂടുതൽ അടുക്കണ്ട, ഞങ്ങൾ പ്രതികരിക്കും എന്ന സന്ദേശവും അടക്കം പല ഒരു മുഖമുള്ള ഒരു സന്ദേശമാണ്, തീവ്രവാദ ആക്രമണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിലുപരി ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു ചിന്ത കൂടി വന്നിട്ടുള്ളത്, കാശ്മീർ ജനത ആർട്ടിക്കിൾ 370 മാറിയതിനു ശേഷം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ ഇന്നത്തെ പ്രതികരണം, ഇന്ന് സമസ്ത മേഖലയിൽ നിന്നും ജനങ്ങൾ വന്നുകൊണ്ട് ഈ തീവ്രവാദ ആക്രമണത്തിനെതിരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പൊക്കെ എല്ലാം അവിടെ സൈന്യത്തിനെ വരെ കല്ലെറിഞ്ഞ് ഓടിച്ചിരുന്ന ഒരു ജനത ഇന്ന് ആർട്ടിക്കിൾ 370 മാറിയതിനു ശേഷം അവിടെ വികസനം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിൽ വലിയ രീതിയിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2,35,00,000 ജനങ്ങൾ അവിടെ വിനോദസഞ്ചാരികളായി ദേശീയവും അന്തർദേശീയവുമായ വിനോദസഞ്ചാരികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ എത്രയേറെ വികസനത്തിൻ്റെ പാതയിലാണ് അല്ലെങ്കിൽ ഒരു വളരെ ശാന്തമായ പാതയിലാണ് കാശ്മീരിൻ്റെ ഈ കഴിഞ്ഞ കുറച്ച് നാളത്തെ നേട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അത്തരത്തിലുള്ള വികസനത്തെ, അത്തരത്തിലുള്ള വിനോദസഞ്ചാര മേഖലയെ, അത്തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവിനെ എല്ലാം തകർക്കുവാൻ വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു വിദേശ രാജ്യത്തിൻ്റെ ആക്രമണമായിട്ട് ഈ ഒരു തീവ്രവാദ കേന്ദ്രത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് സൗദി സന്ദർശനമടക്കം കരുതിക്കൂട്ടി ആ സമയം കൃത്യമായി തെരഞ്ഞെടുത്തു തീവ്രവാദികൾ എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഒരു സംശയവുമില്ല. കാരണം സൗദി പോലുള്ള ഒരു രാജ്യം ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് ഇടപ്പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. പഹൽഗാമിൽ മരിച്ച ശ്രീ N. രാമചന്ദ്രന്റെ ഭൗതികദേഹം പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം BJP സംസ്ഥാന അധ്യക്ഷനടക്കം മന്ത്രി P. രാജീവ് അടക്കമുള്ള VD സതീശൻ അടക്കമുള്ളവരെല്ലാം അവിടെയുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു നാട് മുഴുവൻ ഇങ്ങനെ ഒരു ദുരന്തത്തെ കേരളം അഭിമുഖീകരിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. ഭൗതികദേഹം അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അർപ്പിക്കുന്ന കാഴ്ചകളെയാണ് കാണുന്നത്. ഫ്രണ്ടിലെ ക്യാമറ അഴിച്ചു പിടിക്കോ? സ്റ്റില്
ഇടപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മന്ത്രി പി പ്രസാദാണ് എൻ രാമചന്ദ്രന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും സാന്നിധ്യം അവിടെയുണ്ട്. മാപ്പില്ല ഒരിക്കലും ഈ ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം ജോർജ് കുര്യൻ അടക്കമുള്ളവരുണ്ട്. സംസ്ഥാനത്തെ മന്ത്രിമാർ ഉണ്ട്, പി പ്രസാദ് ഉൾപ്പെടെയുള്ളവരുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ നിരയിൽപ്പെട്ടവരുണ്ട്. എന്തായാലും ഇന്ത്യയെ വിഭജിച്ച് നിർത്തുക, പരസ്പരം തമ്മിലടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടന്ന ഒരു ഭീകരാക്രമണത്തിന് കൂടിയാണ് മലയാളിയായ ആൾ, പ്രത്യേകിച്ച് വിശ്രമ ജീവിതത്തിനിടയിലാണ് കുടുംബത്തോടൊപ്പം കശ്മീരിൽ യാത്ര പോയത്. അങ്ങനെ ഒരാൾക്ക് ചേതനയറ്റ ശരീരവുമായി ഇവിടേക്ക് മടങ്ങിയെത്തേണ്ടി വരുമ്പോൾ പോലും അവിടെ തടിച്ചുകൂടിയിട്ടുള്ള ജനസമൂഹം, അവരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്, അവരുടെ മതചിന്തകൾ വ്യത്യസ്തമാണ്. പക്ഷേ അവർ ഒരേ വിചാരത്തോടു കൂടി തന്നെയാണ് അവിടെ നിൽക്കുന്നത് എന്നിടത്താണ് ഇത്തരം തീവ്രവാദ ശക്തികൾക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇടമുണ്ടാകില്ല എന്നതൊരിക്കൽ കൂടി വിളിച്ചു പറയേണ്ടി വരുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്, മറ്റ് പാനലിസ്റ്റുകൾക്കൊപ്പം. ശ്രീ മുഹമ്മദ് ഷാ, പാവപ്പെട്ട മനുഷ്യൻ ആണ് മരിച്ചത്, നമ്മൾ കേൾക്കാം. അത്രയും വികാരപരമായിട്ട് താങ്കളുള്ള കൊച്ചിയിൽ തന്നെയാണ് ഈ ഇത്രയും വിഷമിക്കുന്ന ഒരു രംഗത്തിന് പോലും സാക്ഷിയാകേണ്ടി വരുന്നത്. ഇങ്ങനെ ഒരു സിവിലിയൻസ് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന് റെസിസ്റ്റൻസ് ഫണ്ട് പറഞ്ഞത് 97% ഒക്കെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു കശ്മീർ താഴ്വരയിൽ ആർട്ടിക്കിൾ 370 വരുമ്പോൾ അത് ഒരു ജോഗ്രഫിക്കൽ ചേഞ്ചിനോടുള്ള ഞങ്ങളുടെ റെസിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ശരിക്കും കശ്മീരി മുസ്ലിങ്ങൾക്കുള്ള ഒരു ന്യായമായ ഒരു കൺസേൺ തന്നെയായിട്ട് ഇനിയും പറയപ്പെടുമോ? ആ തരത്തിലായിരിക്കും ഒരുപക്ഷെ ഈ വിഷയത്തിന് ശേഷം ലീഗും കോൺഗ്രസും ഒക്കെ ഉയർത്താൻ പോകുന്ന ഒരു കൺസേൺ അതായിരിക്കുമോ? അതോ ഒരു ഹിന്ദു മുസ്ലിം സ്പ്ലിറ്റ് ശക്തമാക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമമാണോ ഇത്? എങ്ങനെയാണ് അവരുടെ ഈ റെസിസ്റ്റൻസ് ഫണ്ടിന്റെ ആ വാദത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ ആക്രമണത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കുക എന്ന ശത്രു രാജ്യത്തിന്റെ ലക്ഷ്യമാണ്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം ശ്രീ മുഹമ്മദ് ഷാ, പറഞ്ഞോളൂ, കേൾക്കാം. ഈ രാജ്യത്തെ ശിഥിലമാക്കുക എന്ന ലക്ഷ്യമാണ്. കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യമാണ്. ഇവിടെ മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് ഹിന്ദു, മുസ്ലിം, സിഖ്, പാഴ്സി, ക്രിസ്ത്യൻ എന്ന രീതിയിൽ
വേർതിരിക്കുന്ന ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യലാണ് അവരുടെ ലക്ഷ്യം. അവർ മതം പറഞ്ഞ് കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഓരോ മനുഷ്യന്റെ നെഞ്ചിലേക്കാണ് അവർ നിറയൊഴിച്ചിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിറ്റിയുടെ യൂണിറ്റിയാണ്. നമ്മൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യത്ത് നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഭീകരവാദിയുടെ മൈൻഡ് സെറ്റ് ക്രിമിനലാണ്. പൂർണ്ണമായ ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് മാത്രമേ പോയിന്റ് ബ്ലാങ്കിൽ വന്ന് മുഖത്ത് നോക്കി എന്തൊരു മോട്ടീവില്ലല്ലോ ഇതിനൊന്നും. ഇതിന്റെ മോട്ടീവ് എന്താണ്? ആരോടെങ്കിലും ഒരാൾ എന്നെ ആക്രമിക്കാൻ വന്നു തിരിച്ചാക്രമിക്കുക, അങ്ങനെയല്ല. ഒരാളോട് വിരോധത്തിന് വേണ്ടി ആക്രമിക്കുകയല്ല. ഒരു കാരണവുമില്ലാത്ത നിരപരാധികളെ കൊന്നൊടുക്കാനുള്ള ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അവർ ഈ രാജ്യത്തിനെതിരെയുള്ള അവരുടെ ആക്രമണമാണ്. ഒരു കാശ്മീരിലായാലും ശരി, നമ്മുടെ രാജ്യത്തിൽ എവിടെയായിരുന്നാലും ശരി, ആ രാജ്യം നന്നാകാൻ പാടില്ല എന്ന അവരുടെ തീരുമാനമാണ്. അവർക്കറിയാം ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റു വിഭാഗങ്ങളെല്ലാം ഒന്നിച്ച് ജീവിച്ചാൽ ഇന്ത്യ വലിയ ഉയർച്ചയിലേക്ക് എത്തും. അതിനു വേണ്ടിയിട്ട് ഒരു സ്പർദ്ധ ക്രിയേറ്റ് ചെയ്യാനാണ് ആ വാക്കുകൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നിറയൊഴിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച്, ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ആ നിറയൊഴിച്ച് ഓരോ വെടിയും നമ്മുടെ നെഞ്ചിൽ തന്നെ കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും ഭിന്നമായി നമ്മൾ നിൽക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടേണ്ടതുണ്ട്. നമ്മുടെ ശത്രു രാജ്യങ്ങൾ നമുക്കെതിരെ ഇത്തരം കാര്യങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അടിച്ചമർത്തുക തന്നെ വേണം. ഞാൻ പറയുന്നു, ഒരാളെയും സ്പെയർ ചെയ്യാൻ പാടില്ല. ഇതിന്റെ പിന്നിലെ പിന്നായി നിൽക്കുന്ന ആളുകളെ ഒരിക്കലും സ്പെയർ ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ കാശ്മീർ എങ്ങനെയാണോ മിനിഞ്ഞാന്നുണ്ടായിരുന്നത് ആ രൂപത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന കാശ്മീരിനെ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അവിടെ ഇനിയും ഭീതിയോടുകൂടി ഈ 2.5 ലക്ഷം ജനങ്ങളാണ് കഴിഞ്ഞ വർഷം അവിടെ പോയത്. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ എത്തുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ കാശ്മീരിനെ ഒരു നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ കാശ്മീരികളായ ജനങ്ങൾ പൂർണ്ണമായും നമ്മുടെ രാജ്യത്തോടൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നമ്മുടെ രാജ്യത്തോടൊപ്പം കാശ്മീരികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അവർ സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു എന്നതാണ് അവരെ ഹോണ്ട് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒരുമിച്ച് നിൽക്കുമ്പോൾ പോലും ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വിമർശിച്ചിട്ടുണ്ട് ബിജെപിയുടെ കശ്മീർ നയങ്ങളെ. ഏകീകരണമല്ല ഉണ്ടാക്കുക എന്നുള്ള വിമർശനങ്ങൾ മുൻപും ഉണ്ടായതാണ്. ഒരുപക്ഷെ ഇത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെപ്പോഴെങ്കിലും അത്തരം കാര്യങ്ങൾ കൂടെ ഒരു പുനർവിചിന്തനം നടത്തണം. സമാധാനമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ, ടെററിസം ഇല്ലാതെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, അങ്ങനെ കൂടി രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളടക്കമുള്ളവർ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അപ്പൊ അതിനെ നിങ്ങൾ മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെ ബേസ് ചെയ്തിട്ട് ഭരണഘടനാപരമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയം നിയമപരമായി നമ്മളിവിടെ കൈകാര്യം ചെയ്യും. നമ്മുടെ പാർലമെന്റ് കൈകാര്യം ചെയ്യും, നമ്മുടെ കോടതികൾ കൈകാര്യം ചെയ്യും. ആ നിയമപരമായ വിധികളും വിധിപ്പകർപ്പുകളും നമ്മൾ പാലിക്കും. നമ്മുടെ രാജ്യം നോക്കാൻ നമുക്കറിയാമല്ലോ. നമ്മുടെ രാജ്യത്തെ പ്രശ്നം, ഇപ്പൊ ഉദാഹരണം, പ്രോപ്പർ കൺസൾട്ടേഷൻ ഉണ്ടായിട്ടില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ കൺസൾട്ടേഷൻ വേണമായിരുന്നു എന്ന് പറയുന്നതിൽ അത് അന്യോന്യം പറയേണ്ടതാണല്ലോ. അങ്ങനെയുള്ള ചർച്ചകളിലൂടെയും അങ്ങനെയുള്ള തർക്കങ്ങളിലൂടെയാണല്ലോ നല്ല നിയമങ്ങളും നല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഉണ്ടാകുന്നത്. അത് നമ്മുടെ കാര്യമാണ്. മറ്റൊരു രാജ്യത്തിരിക്കുന്നവന് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടാനോ അതിന്റെ പേര് വന്ന് നമ്മളെ കൊല്ലാനോ അനുവദിക്കാൻ പാടില്ല. അതിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. പോളിസി കാര്യങ്ങളിലൊക്കെ തർക്കിക്കണമല്ലോ. ജനാധിപത്യ സംവിധാനം അങ്ങനെയല്ലേ? നമുക്ക് തർക്കമുള്ള കാര്യങ്ങൾ തർക്കമായി തന്നെ നമ്മൾ ഉന്നയിക്കണം. അത് നമ്മുടെ പാർലമെന്റ് ഉന്നയിക്കണം, നമ്മുടെ പൊതുവേദികൾ ഉന്നയിക്കണം, രാഷ്ട്രീയമായി ഉന്നയിക്കണം, നിയമപരമായി ഉന്നയിക്കണം. അത് നിയമപരമായ കാര്യങ്ങൾ അത് ആ വഴിക്ക് അതിന്റെ വഴിക്ക് പോകും. ഇതല്ലല്ലോ. ഇത് അതുമായിട്ട് എങ്ങനെയാണ് നമ്മൾ തുലനപ്പെടുത്തുന്നത്? ഇതെന്താ ചെയ്തിരിക്കുന്നത്? നമ്മളെ ശിഥിലമാക്കുക. നമ്മൾ തർക്കിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ നമ്മൾ ഒന്നല്ലേ? ആ ഒന്നായി പോകുന്നതിനെ തകർക്കലല്ലേ അവർ ചെയ്തിരിക്കുന്നത്? അതിനെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണണം. ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിൽ ഒരു വോയിസ് പോലും മാറി വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും മാറിയ വോയിസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് അവരെ കൈകാര്യം ചെയ്ത് തന്നെ വേണം. തീർച്ചയായും. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങമ്പള്ളി, ഇവിടെ ഇതാ ഈ പറയുന്നത് പോലെ കശ്മീരിലെ വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് അവിടെ സ്വാധീനം ഇല്ലാതെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് തീവ്രവാദ സംഘടനകളിലേക്ക് ആകർഷിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അല്പസമയം മുമ്പ് ഈ ചർച്ച ഏതാണ്ട് 1 മണിക്കൂറിലേറെയായി ആരംഭിച്ചിട്ട് ആദ്യഘട്ടത്തിൽ പാനലിസ്റ്റുകൾ സംസാരിച്ചതുപോലെ മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ സഞ്ചാരികൾ അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെയായി ബന്ധപ്പെട്ട് നിയമപരമായ തർക്കങ്ങളും ഒക്കെ നമുക്കിടയിൽ ഉണ്ടാകാം. ആ നമ്മളെ പരസ്പരം വീണ്ടും തമ്മിലടിപ്പിക്കാനുള്ള അവസരമായി മുതലെടുക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്ന് വേണമല്ലോ ഈ ഭീകരാക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് അവിടെ ഈ ജാതിയും മതവും ഒക്കെ വിഷയമാക്കി മാറ്റുമ്പോൾ അങ്ങനെയെങ്കിലുമൊക്കെ തർക്കിച്ച് തമ്മിലടിക്കാം
എന്നായിരിക്കാം അവർ പ്രതീക്ഷിച്ചത്. ഈ മണിക്കൂറുകളിൽ ഈ രാജ്യം പുലർത്തുന്ന ഐക്യം, അഖണ്ഡത, മതേതരത്വം, അത് തന്നെയല്ലേ അവർക്ക് നൽകുന്ന ആദ്യ മറുപടി? തീർച്ചയായും ശ്രീ അഭിലാഷ്, രണ്ട് കാലിൽ എണീറ്റ് നിൽക്കാൻ ശക്തിയില്ലാത്ത, ഭക്ഷണത്തിന് പോലും ഭിക്ഷ യാചിക്കേണ്ട ഗതികേടുള്ള ഒരു രാജ്യം പാകിസ്ഥാൻ നമ്മുടെ മണ്ണിൽ രക്തം പൊടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി മറുപടി കൊടുക്കണം. അത് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം കൊടുക്കണം. ആ ഭരണകൂടത്തിനൊപ്പം ആ മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ ഏതറ്റം വരെയും പരിപൂർണ പിന്തുണയുമായി രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉണ്ടാവും. അത് പ്രസിഡന്റും ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ രാഹുൽ ഗാന്ധിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുടെയും, യാതൊരു രാഷ്ട്രീയ നിറത്തിന്റെയും, യാതൊരു കൊടിയുടെ നിറത്തിന്റെയും രാഷ്ട്രീയം ഉണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ച് അതിനേതറ്റം വരെയും ഭരണകൂടത്തിനൊപ്പം നിൽക്കുക എന്നതിനപ്പുറത്ത് മറ്റൊരു ചോയ്സ് ഞങ്ങൾക്കില്ല, നിങ്ങൾക്കില്ല. നോക്കൂ, അവിടെ വീണത് ഹിന്ദുവിന്റെ രക്തമല്ല, അവിടെ വീണത് മുസൽമാന്റെ രക്തമല്ല, അവിടെ വീണത് ക്രിസ്ത്യാനിയുടെ രക്തമല്ല, അവിടെ വീണത് ചുമപ്പൻ കളറുള്ള ഇന്ത്യക്കാരന്റെ രക്തമാണ്. വീണത് ഇന്ത്യൻ മണ്ണിലാണ്, ഇന്ത്യയുടെ രക്തമാണ്. ആ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത്, അതിന് മറുപടി ചോദിക്കേണ്ടത് രക്തം കൊണ്ട് തന്നെയാണ്. ആ രക്തം ആരെയാണ് എന്ന് ചോദിച്ചാൽ നിവർന്നു നിൽക്കാൻ കഴിവില്ലാഞ്ഞിട്ടും നമ്മുടെ മണ്ണിലേക്ക് ഭീകരരെ അയക്കാൻ തയ്യാറായ, ആളും അർത്ഥവും കൊടുത്ത് പിന്തുണ പ്രഖ്യാപിച്ച പാകിസ്ഥാന് കൃത്യമായ മറുപടി. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ പോയി ഭക്ഷണത്തിന് ഭിക്ഷ യാചിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ദുരിതത്തിലേക്ക്, പട്ടിണിയിലേക്ക്, പരിവട്ടത്തിലേക്ക്, ആ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നു പോകുന്ന രീതിയിൽ ഇടപെടാൻ ആർക്ക് സാധിക്കണം? ഇന്ത്യക്ക് സാധിക്കണം. ഡിപ്ലോമാറ്റിക്കലി ഇടപെടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മണ്ണിലേക്ക് സൈനിക വേഷത്തിൽ കടന്നു വന്ന് തോന്നിവാസം കാണിച്ച്, വൃത്തികേട് കാണിച്ച് മടങ്ങിപ്പോകാൻ ഏത് സംഘടനയാണ് അവർക്ക് പിന്തുണ കൊടുത്തത്? ആ സംഘടനയെ ഈ രാജ്യത്ത് നിന്നല്ല, ഈ ലോകത്ത് നിന്ന് അടിവേരുമാന്തി പരലോകത്തിലേക്ക് പറഞ്ഞുവിടാൻ നമ്മുടെ സൈനികർക്ക് സാധിക്കണം. അതിനോടൊപ്പം തന്നെ ഈ സൈനിക വേഷത്തിലും മറ്റുമൊക്കെ നമ്മുടെ രാജ്യത്തിനുള്ളിലേക്ക് കടന്നു കയറാൻ ഇവർക്ക് സാധിച്ചപ്പോ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ സുരക്ഷാ വീഴ്ചയുടെ പഴുതടച്ചേ മതിയാവും, പഴുതടയ്ക്കണം. അതിനോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിന്റെ പിറ്റേ ദിവസം തൊട്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് ആക്രമിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ ഇതാ ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസൽമാനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ സിഖാണ്, ജൈനനാണ്, പാഴ്സിയാണ് എന്ന് പറഞ്ഞ് തോന്നിവാസം എഴുതി വിടുന്നില്ലേ, എന്ന് പറഞ്ഞ് വൃത്തികേട് എഴുതി വിടുന്നില്ലേ? അവരെ നിയന്ത്രിക്കാൻ സാധിക്കണം, അവരെ അഴിക്കുള്ളിലാക്കാൻ സാധിക്കണം. കാരണം ഈ കടന്നു വന്ന പാകിസ്ഥാൻ. പക്ഷേ അപ്പോഴും അഡ്വക്കേറ്റ് വസന്ത്, അതൊക്കെ തുലോം തുച്ഛമാണ്. അതിന് ഒരുപക്ഷെ 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തിന്റെ ഇത്തരത്തിൽ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ മറ്റൊരു വിദ്വേഷം കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അത് ദശാംശത്തിൽ പോലും ഉണ്ടാകില്ല. അത്രമേൽ ചെറുതാണ് എന്ന് ഈ രാജ്യം തെളിയിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ 140 കോടിയിൽ 1 കോടി പേർ ഇത് എഴുതുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെയാണ്, അവരുടെ ഒപ്പം തന്നെയാണ്. പക്ഷേ അഭിലാഷ്, നമ്മൾ കണ്ടിട്ടില്ലേ, ലോകത്തിലെ എല്ലാ കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടത് കേവലം ഒരു തീപ്പൊരിയിൽ നിന്നാണ്. ആ തീപ്പൊരിക്ക് പോലും ഇടയുണ്ടാവരുത്. ഞാൻ പറഞ്ഞില്ലേ, ഈ അത്തരം വികാരങ്ങളെയൊന്നും തീപ്പൊരിയായി പോലും നമ്മുടെ ജനത കാണുന്നില്ല അഡ്വക്കേറ്റ് വസന്ത്. അല്ല, ഞാൻ അങ്ങയുടെ വാദത്തിനൊപ്പം തന്നെയാണ് ശ്രീ അഭിലാഷ്. അങ്ങനെ വൃത്തികേട് എഴുതി വിടുന്നവരെ നമ്മൾ ഭയപ്പെടണം, ഒറ്റപ്പെടുത്തണം, കാപ്പുകുത്തണം. തീർച്ചയായിട്ടും. വസന്ത്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഇന്ദ്രപാലൻ നമ്പ്യാർ, മേജർ ജനറൽ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഇന്ദ്രപാലൻ നമ്പ്യാർ, ഈ പാകിസ്ഥാൻ ഈ വിഷയം ഡിനൈ ചെയ്യുകയാണ്, ഞങ്ങൾക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്ത് സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആയിരിക്കും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഫീസിബിൾ ആയിട്ട് എടുക്കാനും കഴിയുക? നമ്മൾ ഈ 2016 ചെയ്ത പോലെ അങ്ങനെ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ചെയ്യുമോ, അതോ ലൈൻ ഓഫ് കൺട്രോൾ ഒക്കെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് 1919 ചെയ്ത പോലെ അങ്ങനെ ഒരു മെത്തേഡിലേക്ക് പോകുമോ? എന്തായിരിക്കും ഫീസിബിൾ ആയിട്ടുള്ള വഴി? എന്തായിരിക്കും? ഫസ്റ്റ്ലി നമുക്ക് അറിയേണ്ടത്, പാകിസ്ഥാൻ ഇത് ഫസ്റ്റ് ടൈം അല്ല അത് ചെയ്യുന്നത്. ഫ്രം 1947, 48 to 1965 to 1971 to 1999, അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ആണ് മിലിറ്റൻസി ഇൻ കശ്മീർ. ഈ 5 ടൈപ്സ് ഓഫ് വാർഫെയർ അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് കശ്മീരിനെ എടുക്കാനായിട്ട്. ബട്ട് ദേ ഹാവ് നോട്ട് ബീൻ സക്സസ്ഫുൾ. ഈ സമയത്ത് പാകിസ്ഥാൻ ആസ് എ സ്റ്റേറ്റ് വളരെ വീക്ക് ആയിട്ടുണ്ട്, എക്കണോമിക്കലി, ഡിപ്ലോമാറ്റിക്കലി, മിലിറ്ററിലി ആൻഡ് എവറി വേ. അവരുടെ മിലിറ്ററിക്ക് യുദ്ധത്തിന്റെ തന്നെ എക്സ്പീരിയൻസ് ഇല്ല. ദേ ഡോണ്ട് നോ ഹൗ ടു ഫൈറ്റ്. ദേ ഹാവ് ബിക്കം ബ്യൂറോക്രാറ്റ്സ്, ദേ ഹാവ് ബിക്കം റൂളേഴ്സ്, ദേ ഹാവ് ബിക്കം അഡ്മിനിസ്ട്രേറ്റേഴ്സ്.
അവരുടെ മിലിറ്ററി തന്നെ ഇപ്പൊ വീക്കായി കിടക്കുകയാണ്, ഇന്റർണലി ആസ് വെൽ ആസ് വിത്തിൻ ദി മിലിറ്ററി. അതാണ് ദേ ആർ ട്രൈങ് ഓൾ ദിസ് ടു എസ്റ്റാബ്ലിഷ് ദർ റെലവൻസ്, അവരുടെ സുപ്രീമസി. സോ ഈ സമയത്ത് ദേ ആർ ഇൻ എ വെരി ടെറിബിൾ പൊസിഷൻ. അത് കാരണമാണ് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്, ഇനി ഒരു ടാക്ടിക്സ് വെച്ചിട്ട് ദേ ആർ ട്രൈങ് ടു ബ്രിങ് ടെറർ ഇൻ ടു ഇന്ത്യ ആൻഡ് ക്രിയേറ്റ് ഫിയർ സൈക്കോസിസ്. പക്ഷെ ഇതിന്റെ മറുപടി നമ്മൾ കൊടുക്കണം, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. The Marwadi, it has to be very well planned and it has to be detailed. Every single tools in the hands of the government has to be used. Every single tool, Paranala, we have to destroy and eliminate, liquidate all possible support for the terrorism and for the Pakistan as a territorial state. Karanam, if you see what happened in Gaza, adinde oru trailer aayirunnu what happened here today. അവിടുന്നാണ് അവരതിന്റെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഇങ്ങനെ ഇത് ചെയ്തെടുക്കുന്നത്. സോ ഫാർ ഇറ്റ് നെവർ ഹാപ്പൻ. അപ്പോൾ ദാറ്റ് കൈൻഡ് ഓഫ് ഹീനിയസ് ക്രൈമിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അവർ ഇന്ത്യയിൽ വന്നു. വി ഹാവ് ടു സിമിലർലി ഷോ സിമിലർ എക്സാമ്പിൾ. നമ്മുടെ റെസ്പോൺസ് ഷുഡ് ബി ആസ് സ്ട്രോങ്. വെൻ ഐ സേ ആസ് സ്ട്രോങ്, ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഹണ്ട് ഡൗൺ. ഓൾറെഡി പുൽവാമയിൽ ഒരു സ്ട്രൈക്ക് നടക്കുന്നുണ്ട് മിലിറ്ററിയുടെ. ദേ ആർ ആഫ്റ്റർ ദ മിലിറ്റൻസ്. Likewise, all 7 to 8 militants will be killed. There is no doubt, but that is not enough. Adallade, we have to use our intelligence resources to eliminate Pakistan's sources of income. Our drugs, our monetary, black money, our operators in the cyber web, operators in the dark web. Adallam we have to cut off. Plus the leadership which is behind this. So what did Israel do? The leadership of Hamas eliminate ചെയ്തിട്ടുണ്ട്. Overnight, one by one they have eliminated. ഈ leadership eliminate ചെയ്തില്ലെങ്കില് we will continue to have more and more terrorists being born, because it is the leaders who drive them. So on one side we have to prevent terrorists from coming inside. ഒരു സൈഡിൽ നമുക്ക് അവരെ നിർത്തണം. We have to prevent the ingress through the borders or whichever route they use. On the other hand, we have to use all means, intelligence means, and our diplomatic strength in the Committee of Nations ഉപയോഗിച്ചിട്ട് അവരുടെ ലീഡർഷിപ്പിനെ എലിമിനേറ്റ് ചെയ്താലേ we will find a final solution or a peaceful environment. Yes, ഇന്ദ്രബാലൻ സാർ, അത് ഇപ്പോൾ ഈ ആക്രമണം നടന്നതിന് ശേഷം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് പാകിസ്ഥാനിലെ തന്നെ സൈനിക മേധാവിയുടെ പ്രസംഗം, കശ്മീരിനെ കുറിച്ചുള്ള, അത് കശ്മീർ എന്നത് ഞങ്ങളുടെ ജീവനാഡിയാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശമുണ്ടാകുന്നു. ബലൂചിസ്ഥാൻ വാദികളുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ടാകുന്നു. ഇത്തരം പരാമർശങ്ങൾ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നു. അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ജാഗ്രത രാജ്യം പുലർത്തേണ്ട ഒരു സമയമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ നയതന്ത്ര തലത്തിലടക്കം കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് പോകാം. എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചേക്കാം. കർത്താപ്പൂർ ഇടനാഴി പോലെയുള്ള സംവിധാനങ്ങൾ അടക്കം ചർച്ചയായി വന്നേക്കാം. ഒരു പക്ഷേ ബീറ്റ് ദ റിട്രീറ്റ്, ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന അങ്ങനെ പാകിസ്ഥാനുമായുള്ള ഒരു സഹകരണം ഏതാണ്ട് എല്ലാ അർത്ഥത്തിലും നിർത്തുന്ന തീരുമാനങ്ങളിലേക്ക് പോലും പോകണമെന്നൊക്കെ പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയരുന്നുണ്ട്. പക്ഷേ ഭരണകൂടത്തിന് അത്തരം തീരുമാനങ്ങൾ എന്നത് അങ്ങനെ അനായാസം എടുക്കാൻ പറ്റുന്ന ഒന്നാണോ? അവർ പറയുന്നതും അവർ ചെയ്യുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. ആൻഡ് അവർക്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ദാറ്റ് ഹസ് കം. Time has come to dismember the Pakistan. കാരണം ബലൂചിസ്ഥാനിൽ ഒരുപാട് പ്രോബ്ലം നടക്കുന്നുണ്ട്. They want a separate state. Rightfully so. They are different people. They want a completely different economy because they are suffering. അതേപോലെ POK-ല് there are large number of problems. ഇതിനെയൊക്കെ അവർ കവർ ചെയ്യാനായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. So in current situation, നമ്മൾ ചെയ്യേണ്ടത് not only attack the so-called militants and the terrorists, but ensure that Pakistan weak ആക്കിയിട്ട് take away their wind, take away their resource, take away their power to do any such things. ആ ഒരു സ്ട്രാറ്റജി പോയാൽ മാത്രമേ നമുക്ക് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഉറി ഭീകരാക്രമണ സമയത്ത് അന്ന് പ്രധാനമന്ത്രി തന്നെ ഈ രക്തവും ജലവും ഒരുമിച്ചൊഴുക്കാൻ പറ്റില്ല എന്ന പരാമർശമൊക്കെ നടത്തിയപ്പോൾ അതുപോലും ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ലോകബാങ്കിന്റെ ഒക്കെ സഹകരണത്തോടെ നടക്കുന്നതാണ് എങ്കിൽ പോലും ജലപദ്ധതിയിലടക്കം നിർണായകമാകുന്ന പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ഒക്കെ എടുക്കും എന്ന് അന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു
സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഏത് തലത്തിൽ എന്നത് ഇനിയും കണ്ടറിയേണ്ടതുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേർന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ത്യ എങ്ങനെയാണ് തിരിച്ചടിക്കുക എന്നുള്ളൊരു ചോദ്യം നിൽക്കുമ്പോൾ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഇതിനെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കാലുവെക്കുക എന്നുള്ളൊരു ചോദ്യമാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. കാരണം പാകിസ്ഥാൻ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ആഗോള രാജ്യങ്ങളുടെ വിലയിരുത്തൽ തന്നെ പാകിസ്ഥാൻ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ലഷ്കർ ഇ തൊയ്ബ ബന്ധമടക്കം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പഴയ പാകിസ്ഥാനോ പഴയ ഇന്ത്യയോ അല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിനുള്ള സ്ട്രെങ്ത് പാകിസ്ഥാനുണ്ടോ? എന്തായിരിക്കും പാകിസ്ഥാൻ ചെയ്യുക? തീർച്ചയായും ആ പ്രയോഗം വളരെ ആപ്റ്റാണ്. പഴയ ഇന്ത്യയല്ല, പഴയ പാകിസ്ഥാനുമല്ല. രണ്ട് രാജ്യങ്ങളും ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇന്ത്യ ബഹുഘാതം മുന്നേറിയിരിക്കുന്നു. പാകിസ്ഥാൻ അവസാന ലാപ്പിൽ ഈ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ വളരെയധികം കിതയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രധാനമായും പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് നോക്കൂ. അവിടെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളാൽ ഉഴലുകയാണ് പാകിസ്ഥാൻ. അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അതിന്റെ നിയന്ത്രണത്തിലാണ് ബലൂചിസ്ഥാന്റെ നല്ലൊരു ഭാഗവും. അവിടെ പാകിസ്ഥാൻ ആർമിക്ക്, പാകിസ്ഥാൻ നിയമവ്യവസ്ഥയ്ക്ക് കടന്നു കയറാനാവാത്ത രീതിയിൽ ബലൂചിസ്ഥാൻ ഏതാണ്ട് ഒരു വിഘടനത്തിന്റെ പാതയിലാണ്. ഇനി ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് നോക്കൂ. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖല, അവിടെ പാക് താലിബാൻ അടിഞ്ഞാടുകയാണ്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലായിരുന്നു ആദ്യമൊക്കെ പാക് താലിബാനെങ്കിലും ഇപ്പോൾ അഫ്ഗാൻ താലിബാനുമായി വലിയ സൗഹൃദത്തിലാണ്. അതുകൊണ്ട് പാക് താലിബാൻ ഒരു വലിയൊരു ടെറർ ഫാക്ടറായി പാകിസ്ഥാനുള്ളിൽ നിലനിൽക്കുന്നു. അതിന് പുറമെയാണ് സിന്ധിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങളും പ്രതിഷേധങ്ങളും. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ പഞ്ചാബ് മാത്രമായി പണ്ട് മുതൽ തന്നെ പഞ്ചാബി ഡോമിനൻസ് ആണ്. 5 നദികളുടെ നാട് പഞ്ചാബി ഡോമിനൻസ്. ആ പഞ്ചാബിന്റെ ഒരു ശക്തിയുടെ അടിസ്ഥാനം അവിടുത്തെ കാർഷിക വ്യവസ്ഥയാണ്. അതിന് ഉപോത്ബലകമാകുന്നത് ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ വഴി കടന്നു വരുന്ന നദീജലമാണ്. ആ ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട സിന്ധു നദീജല കരാറിനെ കുറിച്ചാണ് ഇവിടെ നേരത്തെ സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഇന്ത്യ കട്ട് ചെയ്താൽ, ഏകപക്ഷീയമായി കട്ട് ചെയ്താൽ പാകിസ്ഥാന് ഭൗതികമായി നിലനിൽക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളയ്ക്കുക ചെയ്യാനാവൂ, ഒടിക്കാനാവില്ല എന്നൊരു ചിന്ത പാകിസ്ഥാന്റെ ഭരണാധികാരികൾക്ക് ഉണ്ടെങ്കിൽ അത് നല്ലത്. 2, പാകിസ്ഥാന്റെ മണ്ണിൽ വലിയ തോതിലാണ് ഭീകരർ പിടഞ്ഞു മരിക്കുന്നത്. അവർ വെടിയേറ്റ് മരിക്കുകയാണ്. അജ്ഞാതരുടെ വെടിയേറ്റ് ഏതാനും ഭീകരർ കഴിഞ്ഞ വർഷം, ഒരു 2-3 വർഷത്തിനുള്ളിൽ ഡസൻ കണക്കിന് ഭീകര നേതാക്കളാണ് ലഷ്കർ ഇ തോയ്ബയുടെയും ഹർക്കത്തുൽ മുജാഹിദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ജയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ നേതാക്കന്മാരും പ്രവർത്തകരും അവിടെ വെടിയേറ്റ് മരിക്കുകയാണ്. ഇതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഇന്ത്യ സൈലന്റായി ആക്റ്റീവാണ്. കൗണ്ടർ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാകുന്നു. അതിന് ഇന്ത്യ ബന്ധമുണ്ട് എന്ന് ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വയിലും ഉള്ള കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഭീകരവാദികൾ വെടിയേറ്റ് മരിക്കുന്നതിന് പിന്നിലും ഇന്ത്യയുടെ കരങ്ങളുണ്ട് എന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയെ ഡിസ്റ്റേബിലൈസ് ചെയ്യണം എന്ന്. അതുകൊണ്ട് ഈ രൂപത്തിൽ മുന്നോട്ട് പോകാനാവില്ല. ഇന്ത്യ ഏറെ മുന്നോട്ട് പോകും. അതുകൊണ്ട് കാശ്മീർ എന്നത് ലോക ശ്രദ്ധയിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നു. നേരത്തെ ഇവിടെ ആരോ പറഞ്ഞല്ലോ, ഹമാസിന്റെ ആക്രമണം ഒക്ടോബർ 7, 2023 ഹമാസ് നടത്തിയ അറ്റകൈ പ്രയോഗം, ഇസ്രായേലിനെതിരെ നടത്തിയ അറ്റകൈ പ്രയോഗത്തിന് സമാനമായ ഒന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? ഈ ഹമാസ് അത് ചെയ്തതിൻ്റെ ഒരു പ്രധാന കാരണമായി ലോകം ഇപ്പോൾ കരുതുന്നത് ഈ ലോക ശ്രദ്ധയിൽ നിന്ന് തന്നെ പാലസ്തീനിയൻ കോസ് മാറിപ്പോവുകയാണ്. Once again to bring it back to the centerfold of the world politics, ഇത് ആവശ്യമായി വരുന്നു എന്ന് ഹമാസ് കരുതി. അതിനവർ വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നത് മറ്റൊരു കാര്യം. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ബാലാക്കോട്ട് മോഡലിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തീർച്ചയായും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു. അതിനകത്ത് നിന്നുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ ഒക്കുമോ? പാകിസ്ഥാൻ ജനതയെ കടുത്ത ഇന്ത്യ വിരോധത്തിൽ ഒരിക്കൽ കൂടി ഒരുമിപ്പിച്ച് നിർത്താനാവുമോ എന്ന ഒരു ചിന്തയാണ് പാകിസ്ഥാൻ സൈന്യത്തിനുള്ളത്. ഇപ്പൊ സൈന്യത്തിന്റെ കാര്യം നോക്കൂ. സൈന്യത്തിന്റെ പാകിസ്ഥാനുള്ളിലെ പോപ്പുലാരിറ്റി റേറ്റിംഗ്, ജനങ്ങളുടെ ഇടയിൽ സൈന്യത്തിനുള്ള ഒരു പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. ചില സമയത്ത് സൈന്യത്തിന്റെ പോപ്പുലാരിറ്റി വളരെ ഹൈ ആണ്, മറ്റു ചില സ്ഥലത്തെ സൈന്യത്തിന്റെ പോപ്പുലാരിറ്റി റോക്ക് ബോട്ടം ലെവലിലാണ്. ഈ പോപ്പുലാരിറ്റി ലെവൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹൈക്കപ്പ് ചെയ്ത് നിർത്തണമെങ്കിൽ ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ മാത്രം പോരാ. ഇന്ത്യക്കെതിരെ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രഹരം നടത്തണം. എന്നിട്ട് പാകിസ്ഥാൻ ആർമി അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം, ദ നെക്സസ് ബിറ്റ്വീൻ പാകിസ്ഥാൻ ആർമി, ഇന്റർ സർവീസ് ഇന്റലിജൻസ്
ആൻഡ് ദ ടെറർ നെറ്റ്വർക്ക്. ഇത് ഇൻ കഹൂത്താണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും പാകിസ്ഥാനിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ റെസ്പോൺസ് ഇപ്പൊ നേരത്തെ ഇപ്പൊ ചോദിച്ചത്, എന്നോട് ചോദിച്ചത് അപർണ എന്നോട് ചോദിച്ചത് പാകിസ്ഥാന്റെ പ്രതികരണം എന്തായിരിക്കും. പാകിസ്ഥാന്റെ പൊതുവെയുള്ള പ്രതികരണം ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ പാവങ്ങളാണ്, ഒന്നും അറിയില്ല. അതാണ് പ്രതീക്ഷിക്കാവുന്ന പ്രതികരണം. ബോംബെ ആക്രമണം നടത്തിയപ്പോഴും ആമീർ അജ്മൽ കസബിനെ കയ്യോടെ പിടികൂടി വിചാരണ ചെയ്തപ്പോഴും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. പാക് പട്ടാളക്കാർ ഇന്ത്യയുടെ പിടിയിലായപ്പോൾ ഞങ്ങൾക്ക് അവരുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ. ആ ഭരണകൂടമാണ്. ആ ഭരണകൂടം ഇതും അതിന്റെ അപ്പുറവും പറയും. അതുകൊണ്ട് അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും അർത്ഥമൊന്നും വായിച്ച് എടുക്കാനില്ല. പക്ഷെ പാകിസ്ഥാൻ നിരന്തരമായി ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്താൻ അതിർത്തി കടന്നു. ഇത് തന്നെ ട്വിൻ അറ്റാക്കാണ്. അതിർത്തി കടന്നുള്ള പുൽവാമ, പൂഞ്ച്, രജൌറി സെക്ടറുകളിൽ ഇന്നലെ ഇന്നുമായി അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടായി. അത് ഇന്ത്യയുടെ അതിർത്തി സേന കർശനമായി നേരിടുന്ന കാഴ്ചയും കണ്ടു. അവിടെ ശ്രീ മോഹൻ വർഗീസ് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ പാകിസ്ഥാൻ തുടർച്ചയായി പല തന്ത്രങ്ങളും മെനയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തെ ഒരു സാഹചര്യം കൂടി അറിയാമല്ലോ. അവിടെയാണ് ഇവർ മറ്റ് ചില ട്രിക്കുകൾ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. സാധാരണ നിലയിൽ ജാതിയും മതവും ഒന്നും ചോദിച്ച് തെരഞ്ഞു പിടിച്ച് നടത്തുന്ന ആക്രമണങ്ങളല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ചില പ്രതിഷേധങ്ങളുണ്ടായി. അത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് അടക്കം നടക്കുന്ന പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചില അവസരങ്ങൾ കൂടി ഇവർ നോക്കിക്കാണുന്നുണ്ടോ? ഇങ്ങനെ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ പാനലിൽ പങ്കെടുക്കുന്നവർ പറയുന്നത് പോലെ ഇതൊക്കെ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. നമ്മളത് ചർച്ച ചെയ്യും, ചിലപ്പോൾ തർക്കിക്കും, ചിലപ്പോൾ പോരടിക്കും. പക്ഷേ ആ ഇന്ത്യ എന്ന വികാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മളത് ചെയ്യൂ എന്ന് പാകിസ്ഥാൻ എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോകുന്നുണ്ട്? തീർച്ചയായും ഇന്ത്യയുടെ ഒരു റിസോൾവ്, ഇന്ത്യയുടെ റെസിലിയൻസ്, ഇന്ത്യയുടെ ഐക്യദാർഢ്യം ആഭ്യന്തരമായി വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ ശക്തമായ വാഗ്വാദങ്ങൾ നടക്കും. പക്ഷേ പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നു വരുന്ന ഭീകരതയുടെ കാര്യം വരുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ വലിയ തോതിലാണ് കാശ്മീരിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയത്. അവരെല്ലാം തന്നെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ തന്നെയാണ്. കാശ്മീരിലെ എല്ലാവരും സർക്കാരിന് നൽകുന്ന ഒരു പിന്തുണയുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി അങ്ങേയറ്റം ഇതിന് തിരിച്ചടി നൽകേണ്ട ആവശ്യകത അടക്കമുയർത്തി കാണിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള കോൺഗ്രസ് നേതാവായ KC വേണുഗോപാലിന്റെ പ്രതികരണം ആ നിലയിലായിരുന്നു. ഇപ്പോഴിതാ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യം എന്നത് നിർണായകമായ യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാർ അടക്കം പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കമാണ് കണ്ടത്. അത് ഒരു രാഷ്ട്രീയമായ തീരുമാനമോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ തീരുമാനമോ അല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഒരു തീരുമാനമെന്ന നിലയിൽ തന്നെ ഭരണകൂടത്തിന് എടുക്കാൻ പറ്റുന്നു എന്നതാണല്ലോ പ്രധാനം. മോഹൻ വർഗീസ്, തീർച്ചയായും ദേശ സുരക്ഷയുടെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യം വരുമ്പോൾ CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ വേർതിരിവില്ല. രാജ്യം ഒറ്റക്കെട്ടാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന മോഹനമായ അവസരങ്ങളാണ്. മാത്രമല്ല പ്രതിപക്ഷത്തെ ആളുകളെ കൂടി, പ്രതിപക്ഷ നേതാക്കളെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടാൻ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലെ ഭരണപക്ഷം എടുത്ത തീരുമാനത്തെ തീർച്ചയായും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ 4 സ്വരത്തിൽ സംസാരിക്കേണ്ട ഒരു സമയമല്ല. അവർ നാഷണൽ സെക്യൂരിറ്റി ഈസ് കോംപ്രമൈസ്ഡ്. അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യോജിച്ചുള്ള നിലപാടുകളാണ് ആവശ്യം. അതുകൊണ്ടാണ് പ്രതിപക്ഷങ്ങളെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ഒരു ഡിബേറ്റ്, നേഷൻ വൈഡ് കൺസെൻസസ് ആൻഡ് ഡിബേറ്റ്, അങ്ങനെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് ലോക സമൂഹത്തോട് പറയേണ്ട ചുമതലയുണ്ട്. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? മതം തിരിച്ചുള്ള വെടിവെപ്പാണ് അവിടെ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ മതം ചോദിച്ചതിന് ശേഷം ഒരു പ്രത്യേക മതക്കാരല്ല എങ്കിൽ തീർച്ചയായും പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് വെടിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷ സമുദായം സംഘടിച്ച് ആക്രമണം നടത്തും. ഇവിടെ അരാജകത്വം ഉണ്ടാകും, വർഗീയ കലാപം ഉണ്ടാകും. ഇതെല്ലാം പാകിസ്ഥാന്റെ മനപ്പായസമായിരുന്നു. പോയില്ലേ, ഇന്ത്യയിൽ യാതൊരു കലാപവും ഉണ്ടായില്ല. രാജ്യം ഒറ്റക്കെട്ടാണെന്ന് തെളിയിച്ചു. അതുകൊണ്ട് ഒരു ഡിവിസീവ് പോളിറ്റിക്സ് അല്ലെങ്കിൽ വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തെ ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാ മതഭേദമന്യേ, ജാതിമത ഭേദമന്യേ ഒരുമിച്ച് നിന്ന് എതിർത്ത് തോൽപ്പിച്ച രോമാഞ്ചജനകമായ കഥകളാണ് കഴിഞ്ഞ 24 മണിക്കൂർ. അത്തരം കാഴ്ചകൾ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കശ്മീരിൽ നിന്ന് പോലും കണ്ടത്. ഭീകരവാദികളുടെ ആക്രമണത്തിന് ഇരകളാക്കപ്പെട്ടവർക്ക് മുന്നിലേക്ക് ആദ്യം ഓടിയെത്തിയത് കശ്മീരിലെ ജനതയാണ്. അവർക്ക് വെള്ളവും ഭക്ഷണവും നൽകി ആ നാട്ടിൽ നിന്ന് ഖേദപ്രകടനത്തോടുകൂടി പറഞ്ഞയക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. ചെറിയ ഇടവേള.
मोदी कश्मीर हम इंडियन आर्मी है, बैठो। मोदी कश्मीर हम इंडियन आर्मी है, बैठो। യെസ്, എന്തായാലും ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകേണ്ട എന്ന ചോദ്യം കൂടി നമ്മൾ ഓൺലൈനായി ചോദിക്കുന്നുണ്ട്. വേണമെന്നാണ് ബഹുഭൂരിപക്ഷം 95% പ്രേക്ഷകരും ശക്തമായ തിരിച്ചടി നൽകണമെന്ന് പറയുന്നത്. അത് ഒരു വലിയ വേദനയുടെ നിമിഷങ്ങൾ കൂടി രാജ്യം കടന്നു പോകുന്നത് കൊണ്ടുകൂടിയാണ് എന്ന് പറയണം. ബി.ജെ.പി. നേതാവ് പി.ആർ. ശിവശങ്കറിലേക്ക് വീണ്ടും. ശ്രീ പി.ആർ. ശിവശങ്കരൻ, ബി.ജെ.പി. കശ്മീരിൽ നയങ്ങൾ മാറ്റിയപ്പോൾ പീസ് ആൻഡ് ടൂറിസം അങ്ങനെ ഒരു നരേറ്റീവാണ് കൊണ്ടുവന്നത്. ആ സമയത്ത് കഴിഞ്ഞ 2024 അഭിമാനാർഹമായിട്ട് 15 ലക്ഷത്തോളം വിനോദസഞ്ചാരികളൊക്കെ കശ്മീരിലെത്തി എന്ന് പറയുകയും ചെയ്തതാണ് ബി.ജെ.പി. നേതാക്കൾ തന്നെ. അതിന് ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനിക്കപ്പെടാം. സ്വാഭാവികമായിട്ടും ഇനി ഒരു ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിലൊരു പുനർവിചിന്തനം ബി.ജെ.പിയെ സംബന്ധിച്ച് ഉണ്ടാകുമോ? പുനർവിചിന്തനം അപർണ ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷനിലേക്ക് വരാം. ഒന്ന്, പക്ഷെ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് വസന്തും അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും പിന്നെ അതേപോലെ മോഹൻ വർഗീസും പറഞ്ഞ അഭിപ്രായങ്ങൾ ഏറ്റവും ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. ഷാ ആദ്യം തന്നെ പറഞ്ഞത് ഈ രാജ്യത്തെ ശിഥിലമാക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ വാക്കിനെ കയ്യടിയോടെ അല്ലാതെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതേപോലെ വസന്തും അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായ തീവ്രവാദ വിരുദ്ധ നീക്കമാണ് ഇതെല്ലാം എന്ന് അദ്ദേഹവും പറഞ്ഞു. വിഘടനവാദത്തെ ഭയക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ മോഹൻ വർഗീസിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ഇത് പാകിസ്ഥാൻ ആർമിയുടെയും അവിടുത്തെ രാജ്യത്തിൻ്റെ പിന്തുണയോടെയും നടത്തിയ ഒരു തീവ്രവാദ ആക്രമണമാണെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ചില കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് ഈ സംശയമുണ്ടല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്, ഈ പാകിസ്ഥാൻ ഉണ്ടോ അല്ലെങ്കിൽ ISS തീവ്രവാദികൾ ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കണം. ഒരു മതവിഭാഗത്തിൽ പെട്ടവർ മാത്രം നടത്തുമ്പോൾ ആ മതവിഭാഗത്തിനെയും മതത്തെയും കുറ്റം പറയരുത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ രണ്ടാമത് പറയാം. ഇത് വി.ഡി. സതീശൻ മാത്രമല്ല,
മല്ലികാർജ്ജുന ഖാർഗെയുടെ ഇന്നത്തെ ഒരു ട്വീറ്റും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടല്ലോ, വെൻ ദർ ഇസ് എൻ ഇഷ്യൂ വി ഹാവ് ടു കോൾ ഫോർ ദ ഓൾ പാർട്ടി മീറ്റിംഗ് ആൻഡ് വാട്ട് ആർ ദ ലാപ്സസ് ആൻഡ് വാട്ട് ആർ ദ ഫെയിലിയർ വിച്ച് വി ഹാവ് ടു ബി തിങ്ക് അബൌട്ട് ദാറ്റ് എന്നല്ലേ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത്. പിന്നെ കോൺഗ്രസിൻ്റെ മരുമകൻ പറഞ്ഞത് ദ മൈനോറിറ്റി ഫീൽ അൺകംഫർട്ടബിൾ എന്നാണ് പറഞ്ഞത്. ആൻഡ് ഹിന്ദുസ് ആർ മേക്കിംഗ് പ്രോബ്ലം ഫോർ ഓൾ ദ മുസ്ലിംസ്. ഇത് അല്ലേ മരുമകൻ, രാജ്യത്തിൻ്റെ മരുമകൻ പറഞ്ഞത്. അപ്പോൾ ദിസ് ഈസ് എ വീക്ക് ആക്ട് ഓഫ് ദ ടെററിസ്റ്റ് എന്നടക്കം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ രാജ്യത്തിൻ്റെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും പാകിസ്ഥാനോടൊരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ പാകിസ്ഥാനെ കുറ്റം പറയുവാൻ മോഹൻ വർഗീസ് കാണിക്കുന്ന ആർജവം പോലും കാണിക്കുന്നില്ല എന്ന് ഒരു BJP അനുഭാവി വിശ്വസിച്ചാൽ അല്ലെങ്കിൽ രാജ്യത്തെ ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. അല്ല, ശ്രീ PR ശിവശങ്കരൻ, ഇപ്പോൾ കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ താങ്കൾ കാണുന്നുണ്ടായിരിക്കും. കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളെല്ലാം ഒരു വിഭാഗത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളാണ് പല ഹാൻഡിലുകളിലുള്ളത്. അതൊട്ടും നല്ല സന്ദേശമല്ല നൽകുന്നത്. നമ്മൾ വിമർശിക്കുന്നത് ഭീകരരെയാണ്, പാകിസ്ഥാനെയാണ്. പാകിസ്ഥാനിലുള്ള എല്ലാ ഭീകരർക്കും ഇവിടെയുള്ള ഇന്ത്യൻ ഹിന്ദുവോ ഇന്ത്യൻ മുസ്ലിമോ ഇല്ല, എല്ലാം ഹിന്ദുസ്ഥാനികളാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലുള്ള മൈനോറിറ്റി അല്ലല്ലോ അതിൽ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനമല്ലേ വേണ്ടത്? അത് BJP അല്ലേ അത് മുന്നിൽ കൊണ്ടുവരേണ്ടത്, ആദ്യം പറയുകയും വേണ്ടത്. ഞങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഞാൻ പാകിസ്ഥാനെ VD സതീശന് സോഫ്റ്റ് കോർണർ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതേ അഭിപ്രായം എന്തുകൊണ്ട് കോൺഗ്രസിനുണ്ടായിരുന്നില്ല? ഏതായാലും അപർണ ആ വഴിയിലേക്ക് എത്തിച്ചത് നന്നായി. 8 ജനുവരി 2011 ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് അടക്കം പറഞ്ഞില്ലെങ്കിൽ ഹിന്ദു പത്രത്തിൽ വന്നതാണ്. അതായത് ഹിന്ദു ടെററിസം, the CBI has been taken over the action against the Hindu terrorism എന്ന് പറയുന്നുണ്ട്. സുശീൽ കുമാർ സിൻഡെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഹിന്ദു നാഷണലിസ്റ്റ് ഫോഴ്സസ് RSS BJP has been taken the action എന്ന് പറയുന്നുണ്ട്. ഹിന്ദു ദിനപത്രം ജനുവരി 23, 2013. അതുപോലെ തന്നെ 25 ഓഗസ്റ്റ് 2014 ചിദംബരം ഈസ് വാൺ അഗെയിൻസ്റ്റ് സാഫ്രോൺ ടെറർ. അപ്പോൾ ആ കാലഘട്ടത്തിലെല്ലാം കൃത്യമായി ഒരു ടെററിസം നടന്നാൽ അത് ഒരു മതവിഭാഗത്തിനെ അടിച്ചേൽപ്പിക്കുവാൻ കോൺഗ്രസിൻ്റെ പരമോന്നത നേതാക്കൾക്ക് ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് കുറച്ചും കൂടി കടന്നുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ ഹിന്ദു ധർമ്മവാലെ ആതങ്കവാദി പക്കഡ് ഗയെ എന്നല്ലേ ദിഗ്വിജയ് സിംഗ് പറഞ്ഞത്. അതിൻ്റെ വീഡിയോ നമ്മളെടുത്തില്ലേ? അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ആക്രമണം നടന്നാൽ അത് ഹിന്ദു തീവ്രവാദികളാണെന്നും അത് RSSൻ്റെയും BJP ആണെന്നും പറഞ്ഞതും കോൺഗ്രസ് നേതാക്കളായിരുന്നു. ആ ചരിത്രവും കൂടി മറക്കരുത് എന്നേ ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നില്ല, ഇതൊരു മുസ്ലിം ടെററിസമാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാനെതിരെ കൂടി പറയാൻ എന്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ സർക്കാർ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ തയ്യാറാവുന്നില്ല? പക്ഷെ ഞങ്ങൾ മാത്രം പറയുന്നുള്ളൂ. ഇവിടെ വളരെ കൃത്യമായി അപർണ ഒരു മിനിറ്റ് കൂടി ഞാൻ അപർണ പറഞ്ഞ ഒരു തെറ്റും കൂടെ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. അതിനു മുമ്പ് ഇവിടെ ശശി തരൂരിൻ്റെ ഒരു ട്വീറ്റും കൂടെ നിങ്ങൾ വായിക്കണം. അദ്ദേഹം പറഞ്ഞു ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദ ഫെയ്ത്ത് to stand up against this foul attempt by the Islamist terrorists who divide us in the name of the religious identity. ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആന്റണി പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രതിരോധ മന്ത്രിയായിരുന്ന എനിക്ക് കൃത്യമായിട്ടറിയാം ഇത് നടത്തിയത് പാകിസ്ഥാൻ ആർമിയാണെന്നും അതുപോലെ തന്നെ ഇത് രാജ്യത്തിനെതിരെയുള്ള കാശ്മീരിനെതിരെയുള്ള ആക്രമണമാണെന്നും ശ്രീ AK ആന്റണി വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അവർ കാണിക്കുന്ന ചങ്കൂറ്റമോ ധൈര്യമോ രാജ്യസ്നേഹമോ എന്തുകൊണ്ട് ഒരു വിഭാഗം കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതാക്കൾക്കില്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപർണ ചെയ്ത 2 തെറ്റുകൾ. അപർണ ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞപ്പോൾ അവിടെ തലാഖ് വിഷയത്തിലും മറ്റു പല വിഷയത്തിലും പുനർചിന്തനം ആവശ്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അഹമ്മദ് ഷായെ നേരിട്ടു. അദ്ദേഹം വളരെ സത്യസന്ധമായും വളരെ ക്ലിയർ ആയിട്ടും അതിന് മറുപടി പറഞ്ഞു. അത് ഇവിടെയല്ല കാണിക്കേണ്ടത്. രാജ്യത്തെ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ തോക്കെടുത്തല്ല ഇത്തരം ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കേണ്ടത്. ഞങ്ങളത് സമാധാനപരമായി കോടതിയിലൂടെയും സമരത്തിലൂടെയും ചിന്തിക്കുമെന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ തെറ്റ്, നിങ്ങൾ എന്തിനാണ് ഈ രാജ്യത്ത് അല്ലെങ്കിൽ കാശ്മീരിലേക്ക് 15 ലക്ഷമെന്നോ 2 ലക്ഷമെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഈ വിനോദസഞ്ചാരികളുടെ എണ്ണം ഇത്ര കൃത്യമായിട്ട് കുറച്ച് കാണിക്കുന്നത്? നിങ്ങൾക്ക് വെറും ടെക്സ്റ്റിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ. 34.98 ലക്ഷം അതല്ലേ കൃത്യം ഇവിടുത്തെ വിനോദസഞ്ചാരികൾ വന്നത്. നിങ്ങളുടെ പത്രം തന്നെ ന്യൂസ് 18 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ 43,000 വിദേശ സഞ്ചാരികളുമായിരുന്നു. പക്ഷേ നിങ്ങൾക്കത് കുറച്ച് 2 ലക്ഷമോ 3 ലക്ഷമോ എന്നല്ലേ അപർണ ഇപ്പം ഇടയ്ക്ക് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ചെറുതാക്കി കാണിച്ചുകൊണ്ട് അവിടുത്തെ തീവ്രവാദത്തെ മറ്റൊരു മതത്തിൻ്റെ മേൽ കെട്ടിയേപ്പിച്ചുകൊണ്ട് ഇവിടെ വിഘടനവാദം വളർത്തുകയും അല്ലെങ്കിൽ ഏതെങ്കിലും
പേരില്ലാത്ത ട്വിറ്ററിൽ കാണിക്കുന്ന ചെറിയ തെറ്റുകൾ ആ തെറ്റുകളെ വിമുഖീകരിച്ചു കണ്ട് സോഷ്യൽ മീഡിയയിലുള്ള തെറ്റുകളൊന്നും BJP RSS അംഗീകരിക്കുന്നില്ല. ഒരു സംശയമില്ല. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ കേരളത്തിലടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ മുഴുവൻ കടന്നു പോകുന്നില്ല എന്ന് തോന്നുന്നു. എനിക്കടക്കം കാണാൻ കഴിയുന്നത് എല്ലാ വിമർശനങ്ങളും തീവ്രവാദികൾക്കെതിരെയുള്ളതല്ല, അതൊരു സമുദായത്തിനെതിരെയും ഒരു വിഭാഗത്തിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത ലഷ്കർ ഇ തോയ്ബയുമായിട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ഫ്രണ്ടോ നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അത് കാണും. ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ 1% ആണ്. അത് അഡ്വക്കേറ്റ് വസുദേവൻ പറഞ്ഞു. 1% അത് ചില ഭാഗത്ത് എല്ലായിടത്തും കാണും. ആ തെറ്റുകളെയൊന്നും ഇവിടുത്തെ സമൂഹം അംഗീകരിക്കുന്നില്ല, പിന്തുണയ്ക്കുന്നില്ല. ഒരു സംശയവുമില്ല. അത് കേരളത്തിലെ BJPയോ സെൻട്രൽ BJPയോ ചെയ്യുന്ന ഡിസിഷൻ അല്ല ഞങ്ങളുടെ പിന്തുണയില്ല. ഒരു സംശയമില്ല. എനിക്ക് മറ്റുള്ളവരുടെ മറുപടി, കാരണം എന്നെ മാത്രം പ്രതികൂട്ടിൽ നിർത്താൻ കഴിയില്ലല്ലോ. ശ്രീ മുഹമ്മദ് ഷാ. ഇല്ല, ഞാനിപ്പോ ശിവശങ്കർ പറഞ്ഞ ആരോപണങ്ങളിൽ ഒരു കാര്യം ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവും പിന്നെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷത്തിന്റെ എല്ലാ കക്ഷികളുടെ നേതാക്കളും ഒക്കെ പൂർണ്ണമായും ഗവൺമെന്റ് ഈ കാര്യത്തിൽ എടുക്കേണ്ട നടപടികളെ പിന്തുണയ്ക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ആരാണ് എക്സാക്ട്ലി ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കിൻപിൻ എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെന്റ് തന്നെ ആ അന്വേഷണത്തിന് ഗവൺമെന്റ് കിട്ടുകയും ചെയ്യും. ആളെ കണ്ടുപിടിക്കാൻ സാധിക്കും. ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എത്രയൊക്കെ ആളുകൾ അതിനെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഗവൺമെന്റ് ജോലിയാണ്. ആ ജോലി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രഡിക്ഷൻ ഒന്നും ആരും നടത്താനില്ല. പക്ഷെ പാകിസ്ഥാൻ അതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം എല്ലാ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. അത് യാതൊരു സംശയമില്ല. പാകിസ്ഥാന്റെ ISIO അത്രയും ആളുകളുടെ പ്രേരണയോടുകൂടി തന്നെയാണ് ചെയ്തത്. അതിനൊന്നും ആർക്കും തർക്കമില്ല. അവസാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വാക്കിനകത്ത് ഇപ്പോ നേരത്തെ അഡ്വക്കേറ്റ് വസന്ത് പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു കുറഞ്ഞ ആളുകൾ ഒരു ക്യാമ്പയിൻ ഇവിടെ നടത്തുന്നുണ്ട്. ഒരു മതത്തിന്റെ പേരുള്ള ക്യാമ്പയിൻ. ആ വ്യക്തികളുടെ പേരുകൾ വരെ എടുത്തു വേണമെങ്കിൽ പറഞ്ഞുതരാം. അതിന് നമുക്ക് കറക്റ്റ് ഈ ആളുകളൊക്കെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായ ക്യാമ്പയിൻ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നിപ്പോ തുടങ്ങിയ ക്യാമ്പയിൻസ് ഒരു മതത്തിനെതിരെ മാത്രമാക്കി പോകുന്നു. അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങളല്ല, അതിനെ റിയാക്ട് ചെയ്യുന്നതും ഇന്ത്യയിലെ ഹിന്ദു സമൂഹവും മറ്റിതര ക്രിസ്ത്യൻ സമൂഹവും ഒക്കെ അതിനെ എതിർക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്ന നാടാണ് നമ്മുടേത്. അതിന് ഏറ്റവും അധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെയൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ്. പക്ഷെ അത് പറയുമ്പോ അത് പറയാൻ പാടില്ല, അങ്ങനെ ഒരാളെ ചാപ്പ് കുത്താൻ പാടില്ല എന്ന് ഒരു നേതാവ് പറയണ്ടേ? ആ ചാപ്പ് കുത്താൻ പാടില്ല. ഞാൻ ഒരു വാക്കൂടെ ഞാൻ പറയാം. ഇന്നിപ്പോ BJPയുടെ പ്രസിഡന്റ് പറഞ്ഞ വാക്കിൽ ഞാൻ അതിനെ ഇപ്പൊ ക്രിറ്റിസൈസ് ചെയ്ത് പറയുകയല്ല. മതം നോക്കിയാണ് അവരത് ചെയ്തത്, അത് ഓർത്തു വെച്ചോടണം എന്ന വാക്ക് പറഞ്ഞു. അത് ഓർത്തു വെച്ചോടണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ശൈലി ആയിരിക്കാം, അദ്ദേഹം മലയാളം പറയുന്നതിന്റെ കുഴപ്പമായിരിക്കാം, ഞാൻ ഒന്നും പറയുന്നില്ല. ആ വാക്കുകൾ ഉപയോഗിക്കരുത്. ഓർത്തു വെക്കേണ്ടത് അവർ തീവ്രവാദികളാണ്, അവർ ഇന്ത്യ വിരുദ്ധരാണ്, അവർ ഇന്ത്യക്കെതിരെ ആക്രമിച്ചതാണ്. മതമൊക്കെ നമ്മളെ വേർതിരിക്കാൻ വേണ്ടി അവർ പറഞ്ഞ ഒരു പദ്ധതിയാണ് എന്നും നമ്മൾ ഓർത്തു വെക്കണം. അല്ലാതെ ആ മതത്തിന്റെ പേരിൽ അവർ ചേർന്ന ആഗ്രഹം കൊണ്ട് ചെയ്തു അങ്ങനെ വേണം പറയാം. അഭിലാഷ്, അപർണ, നിങ്ങൾ ഇടപെടാതെ ഒരു മിനിറ്റ് എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, ശ്രീ PR ശിവശങ്കറിന്റെ ചോദ്യത്തിനുള്ള മറുപടി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ രാജ്യത്ത് നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്ന ഒരു ഇന്റേണൽ യുദ്ധം, ഇന്റേണൽ ടെററിസം നടത്തുന്നുണ്ട്. അത് സംഘപരിവാർ സംഘടനകളാണോ അതോ നിങ്ങളുടെ പേര് ഉപയോഗിക്കുന്ന മുഖംമൂടി ഉള്ള മുഖമില്ലാത്ത ആരാണ് പിതാവെന്ന് അറിയത്തില്ലാത്ത പിതൃശൂന്യരായ സോഷ്യൽ മീഡിയ പ്രവർത്തകരാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കണം, ഞങ്ങളുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഞങ്ങളും നിയന്ത്രിക്കണം. ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന പോളിൽ പോലും 5% തിരിച്ചടി കൊടുക്കേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരും നമ്മൾ ഭയപ്പെടേണ്ടവർ തന്നെയാണ്. നോക്കൂ, ആ താഴ്വരയിൽ ഹിമാൻഷിയുടെ മൗനം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് രാഷ്ട്രീയം പറയാൻ പോകരുത്. അവിടെ നമുക്ക് ആവശ്യം ഇന്ത്യ എന്ന് കേട്ടാൽ പോലും മുട്ടുകാല് വിറയ്ക്കുന്ന രീതിയിലുള്ള മറുപടി നമ്മൾ കൊടുക്കണം. അതിനാളും അർത്ഥവും കൊടുത്ത് സഹായിച്ചത് പാകിസ്ഥാൻ ആണെങ്കിൽ അവർ മുട്ടിലിഴയുന്ന അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോയേ മതിയാകൂ. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം, പഴുതടയ്ക്കപ്പെടണം. അതിൽ വിമർശനമാണ് എന്ന് പറഞ്ഞ് സർക്കാർ മുഖം തിരിക്കാൻ പാടേയില്ല. അതുപോലെ തന്നെ ഈ വിഷം വമിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ സംഘികളെങ്കിൽ സംഘികൾ, ഇനി ആരുമായിക്കോട്ടെ, ആ വിഷജന്തുക്കളുണ്ടല്ലോ അവരെ ചാപ്പ കുത്തി മാറ്റി നിർത്തണം.
നമ്മളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കാൻ വേണ്ടി കാത്തു നിന്ന ഒരു ചെന്നായി കൂട്ടമുണ്ടല്ലോ, അത് പാകിസ്ഥാനാവട്ടെ നമ്മുടെ ഉള്ളിലാവട്ടെ, ആ ചെന്നായ്ക്കളെ നാണിപ്പിക്കുന്ന രീതിയിൽ കൈയോട് കൈ ചേർന്ന് മെയ്യോട് മെയ് ചേർന്ന് ഇതാ ആ ഹിമാൻഷിയുടെ മൗനം അവിടെ നിന്ന് ഭേദിക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുക്കണം. ആ സമയത്ത് രാഷ്ട്രീയം പറയാൻ നിൽക്കരുതേ എന്ന് ഞാൻ രണ്ട് കൈയും കൂപ്പി BJP നേതാക്കൾ എല്ലാ സ്നേഹത്തോടും കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടത് കൊണ്ടാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരുപക്ഷെ ഈ ചാനൽ ചർച്ചയിലടക്കം ഇത്തരത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ തുറന്നു പറയാൻ സാധിക്കുന്നത് ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ്, നമ്മുടെ രാജ്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരസ്പര അഭിപ്രായ ഭിന്നതകൾക്കിടയിലും ഇന്ത്യ തിരിച്ചടിക്കണം, ആ തിരിച്ചടി ശക്തമായിരിക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പറയുന്നത്. അത് തന്നെയാണല്ലോ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത്, മതത്തിനൊക്കെ അപ്പുറത്ത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അഭിലാഷ്, ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം ജനതയും ഏതാണ്ട് 100% ജനതയും ഒരു തിരിച്ചടി, ഒരു ന്യായമായ പ്രതികരണം ഉണ്ടാകണം, അത് ശക്തമാകണം, അത് പ്രതീകാത്മകമാകണം, അത് ശാശ്വതമാകണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അങ്ങനെ ചിന്തിക്കാതിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ഭാരതത്തിനുള്ളിൽ ഒരു പൊളിറ്റിക്കൽ ആൻഡ് റിലിജിയസ് ഡിവൈഡ് ഉണ്ടാകണം, ആകപ്പാടെ താറുമാറാകണം നമ്മുടെ വ്യവസ്ഥ. ഇതാഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ആരുമല്ല, അത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ നമ്മളായി വടി കൊടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ ഭേദമന്യേ, മതവ്യത്യാസമന്യേ, ഭീകരതയ്ക്ക് മതമില്ല, ഭീകരതയ്ക്ക് ഒരു ഇരുണ്ട മുഖം മാത്രമേ ഉള്ളൂ. അത് മതമല്ല, ഇസ്ലാം മതമല്ല ഭീകരം. ഇസ്ലാം മതം സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം മതത്തിന്റെ പേരിൽ ആരെങ്കിലും ഭീകരത കാട്ടുന്നു എങ്കിൽ അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതിൽ റെസ്പോൺസിബിൾ ആണ് എന്ന് പറയുന്നത് ശരിയല്ല. അതേപോലെ തന്നെ ഈ രാജ്യസ്നേഹമുള്ള ആളുകളാണ് മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും ഭാരതത്തിൽ. ആ ഒരു ബോധം ഇത് നമ്മൾ കണ്ടതാണ്. നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാശ്മീരിലെ ജനത തന്നെ പറഞ്ഞതാണ്. ത്രിവർണ്ണ പതാകയമേന്തി കാശ്മീരിലെ ജനത പറയുകയാണ് ഇന്ത്യക്ക് ഐക്യദാർഢ്യം, ഗവൺമെന്റ് ഐക്യദാർഢ്യം, ഗവൺമെന്റും പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾക്ക് ഐക്യദാർഢ്യം. പാകിസ്ഥാന് മറുപടി കൊടുക്കേണ്ടതാണ്. ഇന്ത്യൻ ജനതയുടെ ശക്തിപ്രകടനങ്ങൾ, രാജ്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ ഈ ചർച്ച അവസാനിക്കുമ്പോഴും ഇന്ത്യയിലെ തെരുവുകളിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പൈശാചിക മനസ്സുള്ളവർക്കാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ കഴിയുക എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ തരത്തിലുള്ള മറുപടി തന്നെ ഇന്ത്യ കൊടുക്കണമെന്ന് ഈ രാജ്യം ഒട്ടാകെ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പരിമിതി കൊണ്ടാണ് നമുക്ക് കൂടുതൽ ചർച്ചകളിൽ കടക്കാൻ. വളരെ നന്ദി ശ്രീ PR ശിവശങ്കരൻ, മുഹമ്മദ് ഷാ, ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി നമുക്കൊപ്പം ചേർന്നത്. പൂർണ്ണമാകുകയാണ് പ്രൈം ഡിബേറ്റ്. നമസ്കാരം.